ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ദാനിയേൽ പാസ്റ്റർ, കുടുംബം, അസോസിയേറ്റ് പാസ്റ്റേഴ്സ്, ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർ, പ്രിയ വാത്സല്യ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാഴ്ചക്കാരോട്ട് വന്നാൽ കാഴ്ചക്കാരായിട്ട് മടങ്ങിപ്പോവും. ഞാൻ രാവിലെ പറഞ്ഞ പോലെ റിയാലിറ്റി ഷോ അല്ല ഇവിടെ നടക്കുന്നത്. 7 ദിവസം പ്രസംഗിച്ച പാസ്റ്റർമാരുടെ മാർക്കിടാനും കണക്ക് നോക്കാനും അല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. കണക്ക് നോക്കുന്നവൻ കണക്ക് നോക്കിയിട്ട് പോവും. എനിക്ക് പ്രാപിക്കണം, എനിക്കൊരു മാറ്റം വേണം, അങ്ങനെ ചിന്തിച്ച് ആരിതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ അവരുടെ മേൽ ദൈവം പ്രവൃത്തി അയക്കും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് ഗോഡ്. റിബല്യൻ സ്പിരിറ്റ് കൊണ്ടിരുന്ന മനുഷ്യനാണ് ഞാൻ. എന്നെ അടിച്ചൊടിച്ചു മടക്കി കർത്താവ് ഈ വചനം എടുപ്പിച്ചെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ നിൽക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ മുന്നിലാണ്. സ്തോത്രം. ഇരിക്കുന്ന സ്ഥലത്തു നിങ്ങളൊന്ന് എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ എഴുന്നേൽപ്പിക്കണം. സ്തോത്രം. ഞാൻ കൈ ഉയർത്തി ഹല്ലേലൂയ എന്നൊരു വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തെ 450 പേശികൾ പ്രവർത്തിക്കണം. നിങ്ങൾക്കറിയാമല്ലോ. എങ്കിലേ നമുക്ക് ഹല്ലേലൂയ പറയാൻ പറ്റത്തുള്ളൂ കൈ ഉയർത്തി. അപ്പോൾ ഈ ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് മടങ്ങി വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ദൈവം അറിയാതിരിക്കാതെ പോകത്തില്ല. അതുകൊണ്ട് ഇവിടെ ആരും കഠിന ഹൃദയത്തോടെ ഇരിക്കരുത്, റിബല്യൻ മൈൻഡോടെ ഇരിക്കരുത്. ദൈവത്തിൽ പ്രാപിക്കണം, അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ മനോഭാവങ്ങളാണ് ദൈവത്തെ അകറ്റി നിർത്തുന്നത്. മനോഭാവങ്ങൾ മാറട്ടെ. റിസീവ് ചെയ്യാനുള്ള മനസ്സോടുകൂടി കർത്താവേ എന്നോടൊന്ന് സംസാരിക്കണമേ, എന്നെ ഒന്ന് തൊടണേ കർത്താവേ എന്ന് പറഞ്ഞാൽ കർത്താവ് തൊടും. അങ്ങനെ ഒത്തിരി പ്രാവശ്യം കർത്താവിൽ നിന്ന് ഷോക്ക് അടി മേടിച്ച ആളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ കർത്താവിനെ തൊട്ടപ്പോൾ ഷോക്ക് അടിച്ച അടി കൊണ്ട ആളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്, ആരും അറിയണ്ട, നിനക്ക് ഇതിൻ്റെ നടുവിലുള്ള കർത്താവിനെ തൊടാൻ പറ്റും. ഇതിൻ്റെ നടുവിൽ സർവശക്തനായ ദൈവമുണ്ട്. നീ വിശ്വാസത്തോടെ തൊട്ടാൽ നിന്നിലേക്ക് ദൈവ സാന്നിധ്യം വ്യാപരിച്ചിറങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവപ്രവൃത്തിയെ തടയുന്നൊരു വിഷയമാണ് ടൈം, സമയം. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണത്, ടൈം. ബിക്കോസ് പിശാചിനറിയാം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ടെങ്കിൽ ബിയോണ്ട് ടൈമിനപ്പുറത്ത് നമ്മൾ പോയെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. അത് പിശാചിനറിയാം. അതുകൊണ്ട് അവൻ സമയത്തിനകത്ത് മനുഷ്യനെ കെട്ടി, ശുശ്രൂഷയെ കെട്ടി, നമ്മുടെ ആരാധനകളെ കെട്ടി. ആണോ? സ്തോത്രം. നിങ്ങൾ സമയത്തിനപ്പുറത്തോട്ടൊന്ന് ചലിച്ചു നോക്കിക്കേ, അത്ഭുതങ്ങൾ സംഭവിക്കും. ബാംഗ്ലൂരിലെ ഒരു വലിയ ചർച്ചിൽ ഞാൻ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കാൻ പോയി. പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ എങ്ങനെയാ സമയം? എന്നോട് പാസ്റ്റർ പറഞ്ഞു, 9 o'clock ആകുമ്പോൾ നമ്മുടെ മീറ്റിംഗ് അവസാനിക്കും. 9 o'clock ലൈവ് കട്ട് ചെയ്യും. പിന്നെ പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു മുന്നോട്ട് വയ്ക്കോളാം. പക്ഷെ ലൈവ് നമ്മൾ 9 o'clock ക്ലോസ് ചെയ്യും. അങ്ങനെ നിയമമുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, അന്നത്തെ ആ ഉപവാസ പ്രാർത്ഥന ഫിനിഷ് ആയത് രാത്രി 12 മണിക്കാണ്. എന്താ കാര്യം എന്നറിയോ? സമയത്തിനപ്പുറത്തേക്ക് കാര്യം പോയി. ആയിരക്കണക്കിന് ആൾക്കാർ, രോഗികൾ പ്രാർത്ഥിക്കാൻ മുന്നോട്ട് വന്നു. 200 ചിലവാനം ഭൂതങ്ങൾ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താൻ വയ്യാത്ത അവസ്ഥ വന്നു. അന്ന് രാത്രി 12 മണിക്ക് ആ മീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് പിറ്റേ ദിവസം 2 മണിക്ക് വീണ്ടും ആ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. കണ്ടിന്യൂസ്. ബിയോണ്ട് ടൈം. സമയം വെച്ച് ദൈവത്തെ ഇറക്കാൻ ശ്രമിക്കരുത്. ദൈവത്തിനെ മുട്ടുമടക്കാമോ, അത്ഭുതങ്ങൾ സംഭവിക്കും. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ സമയം വെച്ചിരുന്ന കാര്യം നടക്കത്തില്ല. ചിലപ്പോൾ മണിക്കൂറിൽ ഇരിക്കേണ്ടി വരും. അതെന്താ കാര്യം എന്നറിയാമോ? ദൈവത്തിന് കേൾവിയില്ലാഞ്ഞിട്ടല്ല, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല. നിന്റെ ആഗ്രഹം, നിന്റെ വാഞ്ച, നിന്റെ തീഷ്ണത കർത്താവിന് വേണം. ചുമ്മാ ഒന്നൊരു കാര്യം കർത്താവ് ഏൽപ്പിക്കത്തില്ല ആരും. നിന്റെ അത് തന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് കർത്താവ് നോക്കും.
വില കൊടുക്കണം, വില കൊടുക്കണം. സ്തോത്രം, ഹല്ലേലൂയ. കൊട്ടാരക്കരയ്ക്ക് അടുത്തുനിന്നൊരു പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ വീട്ടിലോട്ടൊന്ന് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് ചില വിഷയങ്ങളുണ്ട്. പാസ്റ്റർ ആൻറ്റിയുടെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന് ഞാൻ ആ ഗേറ്റ് തുറന്നവരെ അകത്തോട്ട് കയറ്റി. അമ്മാമ്മയാണ് ഇങ്ങേപ്പുറത്തിരുന്ന്, പാസ്റ്റർ അപ്പുറത്തിരുന്നു. അമ്മാമ്മ പുറത്തിറങ്ങി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ് അമ്മാമ്മയെന്ന് പറഞ്ഞു. അമ്മാമ്മ എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്നെ പരിചയമുണ്ടോ? ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും പ്രൈസ് ദി ലോർഡ് അമ്മാമ്മേ, ഒന്നും മിണ്ടുന്നില്ല. പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഭാര്യ ഒന്നും മിണ്ടത്തില്ല. അവളെ കൊണ്ട് അതിനാ ഇങ്ങോട്ട് വന്നത്. വീടിനകത്തോട്ട് വന്ന് കയറി. ഞാൻ എന്തു പറ്റി അറിയത്തില്ല. 3.5 വർഷമായി ഓരോ ദിവസം ചെല്ലുന്തോറും എൻ്റെ ഭാര്യ അബ്നോർമലായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം മിണ്ടത്തില്ല, ചിരിക്കത്തില്ല, കരയത്തില്ല, സംസാരിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഇങ്ങനെ ബൊമ്മയെ പോലിരിക്കും. സ്തോത്രം. ദൈവമക്കളെ, ആ മനുഷ്യൻ തകർന്ന് വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നു. 2 കുഞ്ഞുങ്ങൾ മാനസികമായിട്ട് തകർന്നിരിക്കുന്നു. സ്വന്തം അമ്മ ഒരു ഭ്രാന്തിയെ പോലെ. പുഷ്പകര ഹോസ്പിറ്റലിൽ ഭ്രാന്തിൻ്റെ എന്ന് പറഞ്ഞാൽ മെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു കഴിഞ്ഞു. തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കുടുംബം പോകുന്നു. കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുന്നൊരു കുടുംബമാണ്. അതിനെതിരെ ഉണ്ടായ അറ്റാക്കാണത്. പക്ഷേ ഞാൻ ചോദിച്ചു, കർത്താവേ എന്തു അപ്പാ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ വാക്കാണ് എന്നെ ആകപ്പാടെ വല്ലാതെ ഒന്നുകൂടെ വിഷാദത്തിലാക്കി. പാസ്റ്ററെ, 12 പാസ്റ്റർമാർ പ്രാർത്ഥിച്ചു. എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോഴും ഇങ്ങനെ. പാസ്റ്റർ 13ാമത്തെ ആളാണ്. ഇത് കേട്ടപ്പോൾ എൻ്റെ ഉള്ള വിശ്വാസത്തോടെ ചോർന്നു പോയി. ഞാൻ ചോദിച്ചു, എൻ്റെ കർത്താവേ 13ാമത്തെ ആളാന്ന് പറയാൻ വേണ്ടി എന്നെ കൊണ്ടുവന്നത് എവിടെ കൊണ്ടുവന്നത്? എന്തിനാ അപ്പായെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, നീ എന്തിനാ വറിയാകുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, നിൻ്റെ വീട്ടിലൊരുത്തൻ വന്നാൽ, നിൻ്റെ ഫോണിൽ ഒരാൾ കോൾ ചെയ്താൽ, നിൻ്റെ മുന്നിൽ ഒരുത്തൻ ഞാൻ കൊണ്ടുവന്നാൽ ഞാൻ അയച്ചിട്ട് കൊണ്ടുവരുന്നതാ, അല്ലാതെ ഒരുത്തൻ വരുത്തില്ല. സ്തോത്രം. എന്നോട് കർത്താവ് പറഞ്ഞു, നീ കൈവച്ച് പ്രാർത്ഥിക്കണ്ട, പറയേണ്ട കാര്യം പറഞ്ഞ് മടക്കി അയച്ചേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവാത്മാവിനോട് സംസാരിക്കുന്നു. ഈ നിമിഷം മുതൽ, വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യുന്ന നിമിഷം മുതൽ സ്തോത്രം പറയണം. 2 പേരും കൈ പിടിച്ച് സ്തോത്രം പറയും. പുള്ളിക്കാരി ഒരു കൈ കൊണ്ട് പിടിച്ചോണം, എന്നിട്ട് സ്തോത്രം പറയണം. ആദ്യം പുള്ളിക്കാരി പറയാൻ പാടായിരിക്കും, കുഴപ്പമില്ല, താങ്കൾ സ്തോത്രം പറഞ്ഞോണം. പിന്നെ എൻ്റെ കുടുംബത്തുമ്പോൾ യേശുവിന് മാത്രം അധികാരം പറഞ്ഞോണം. ഇത് എത്ര സമയം നിങ്ങൾ വണ്ടി ഓടിക്കുന്നോ നിർത്തരുത് പറഞ്ഞോളാൻ പറഞ്ഞു. ഇവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടിക്കകത്ത് കയറി ഇത് പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഇത് പറയാതിരിക്കരുത്, ദൈവാത്മനോട് പറയുന്ന കാര്യമാണ്, പറഞ്ഞോളാൻ പറഞ്ഞു. ഇവർ ഹല്ലേലൂയ ഇത് പ്രാർത്ഥിച്ച് ഞാൻ അവരെ പറഞ്ഞയച്ചു. അതിനുശേഷം ഇതുവർ പറയാൻ തുടങ്ങി. ആദ്യം ഹല്ലേലൂയ ഒരു മണിക്കൂർ ഇങ്ങനെ പറഞ്ഞു പതുക്കെ വണ്ടി ഓടിച്ച് അദ്ദേഹം ആ കൊട്ടാരക്കരയ്ക്ക് അടുത്തെത്തിയപ്പോഴത്തേക്ക് ഈ സഹോദരി സ്തോത്രം പറയാൻ തുടങ്ങി. സ്തോത്രം പറഞ്ഞ് വീട്ടിൽ കയറിയപ്പോൾ സ്തോത്രത്തിന് ശബ്ദം കൂടി അവസാനം അന്ന് രാത്രി ഉറങ്ങാത്ത സഹോദരി ഉറങ്ങി. മരുന്ന് ഉറക്കഗുളിക കഴിച്ചപ്പോൾ ഉറങ്ങാത്ത സഹോദരി ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ പാസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഭാര്യ എന്നെ നോക്കി ചിരിച്ചു. ഇന്നലെ രാത്രി ഉറങ്ങിയ സഹോദരി രാവിലെ എന്നെ നോക്കി ചിരിച്ചു. ഇത് എവിടുന്ന് വന്ന് കയറിയെന്നറിയാമോ? ഒരു ചെറിയ സ്വപ്നമാണ്. ഓർത്തോണം, പുള്ളിക്കാരി തൻ്റെ ഭർത്താവ് ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു പോകുന്ന സ്വപ്നം കണ്ടു. ആ സ്വപ്നം തന്നെ പേടിപ്പിച്ചു, വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. രാവിലെ എഴുന്നിട്ട് പറഞ്ഞു, അച്ഛാ പുറത്തു പോകണ്ട, അച്ഛൻ ബൈക്ക് ആക്സിഡന്റ് മരിക്കുന്ന ഞാൻ കണ്ടു. ഇല്ലടി, അതൊക്കെ നിനക്ക് തോന്നി, നമുക്ക് പ്രാർത്ഥിക്കാൻ നോക്കണം. ഒന്നിച്ചു പ്രാർത്ഥിച്ചിട്ടും ഈ സഹോദരിക്ക് പുറകോട്ട് മാറാൻ പറ്റുന്നില്ല. ഈ സഹോദരി ഭയപ്പെട്ടു പോയി. തിരിച്ചു വന്നപ്പോഴും ഈ സഹോദരി അവിടെ തന്നെ ഇരിക്കുക, അച്ഛൻ മടങ്ങി വരാൻ. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ കോളേജിൽ പോകാൻ ഒരുങ്ങിയപ്പോൾ, ഇല്ല മക്കളെ നിങ്ങൾ പുറത്തു പോകണ്ട, ആക്സിഡന്റിൽ മരിക്കുന്നു, എനിക്ക് പേടിയാ, നിങ്ങൾ പുറത്തു പോകണ്ട. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ സംഭവം പേടിയായി, ഭയമായി, ഉറക്കമില്ലായ്മയായി ട്രീറ്റ്മെന്റിലേക്ക് വന്നു. 3 വർഷം കൊണ്ട് ആ സഹോദരി കോമാ സ്റ്റേജിലേക്ക് മാറുകയാണ്. ഭയം നിന്നെ നശിപ്പിക്കും. റിജക്റ്റ് ചെയ്തോണം. രാവിലെ പറഞ്ഞ വീണ്ടും ഞാൻ പറയുക, ഡോക്ടർമാർ പറയുന്നത് അവർ പഠിച്ച കാര്യമാണ്. പക്ഷെ നീ തീരുമാനിക്കണം എന്ന് വരെ നീ ജീവിക്കണം. നിന്റെ ദൈവം നിശ്ചയിച്ച ആയുസ് വരെ നീ ജീവിക്കണമെന്ന് നീ തീരുമാനിക്കണം. ഡോക്ടേഴ്സ് അല്ല തീരുമാനിക്കുന്നത്. നിന്റെ ആയുസ് ഡോക്ടേഴ്സിന്റെ കയ്യിലല്ലെന്ന് നീ തീരുമാനിക്കണം. ദൈവം നിശ്ചയിച്ച ആയുസ് വരെ ഞാൻ ജീവിക്കും.
ഞാൻ രാവിലെ പറഞ്ഞല്ലേ, 35-ാമത്തെ വയസ്സിൽ എന്റെ ഭാര്യയെ പെട്ടിയിലാക്കാൻ വേണ്ടി തലയിൽ ട്യൂമർ കയറി വന്നെങ്കിൽ ഇന്ന് അവൾക്ക് 45 വയസ്സുണ്ട്. പെട്ടിയിലാക്കാൻ പറ്റിയോ? പറ്റത്തില്ല. കാര്യം എന്നറിയാമോ? അവൾ തീരുമാനിച്ചോ, ഞാൻ മരിക്കുന്നത് ദൈവം നിശ്ചയിച്ച സമയത്തേ ഉള്ളൂ. സ്തോത്രം. അതാ ഇന്ന് പകൽക്ക് ഇന്ന് രാത്രി വ്യാപരിക്കേണ്ടത്. സ്തോത്രം. ആ സഹോദരി ഓരോ ദിവസം ചെല്ലും തോറും മാറ്റം വന്നു. ഏകദേശം 1 മാസം കഴിഞ്ഞ ആഴ്ചയിൽ ഞാനും എൻ്റെ ഭാര്യയുടെ അവർ വീട്ടിൽ ചെന്നു. കോളിംഗ് ബെല്ലടിച്ചു. ഓടി വന്ന് തുറന്ന ആരെന്നറിയാമോ? ഈ സഹോദരി ഓടി വന്ന് തുറന്നു. പ്രൈസ് ദ ലോർഡ് പാസ്റ്ററേ. അകത്ത് പോയി ചായ ഇട്ട് ഏത്തയ്ക്കാപ്പം പൊരിച്ചുകൊണ്ട് തന്ന് കഴിച്ചിട്ടാ ഞങ്ങൾ ഇറങ്ങിയത്. എന്താ കാര്യം എന്നറിയാമോ? സമയത്തിനപ്പുറത്ത് ദൈവം പ്രവർത്തിക്കും. നീ ടൈമിനകത്ത് ഇറങ്ങുന്ന ദൈവമല്ല. നീ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ, നീ സ്തോത്രം ചെയ്യാൻ തയ്യാറാണെങ്കിൽ അത്ഭുതങ്ങൾ നിന്റെ വീട്ടിൽ സംഭവിക്കും. നീ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. സ്തോത്രം. ഇന്ന് നമ്മുടെ സഭയിൽ കേൾക്കുന്നൊരു വാക്കാ സമയമില്ല, 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 സമയമില്ല. സമയം എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ട് പോകാനാ? പോയിട്ട് സമയമില്ല, സമയമില്ല. നമ്മുടെ ടൈം പിശാച് മോട്ടിച്ചുകൊണ്ടിരിക്കുക. ഒന്നല്ലേ മറ്റൊരു രീതി പിശാച് മോട്ടിച്ചുകൊണ്ടിരിക്കുക. അത് മനസ്സിലാക്കിക്കോണം. ഫ്രീ ആയിട്ട് എത്രയോ സമയമുണ്ട്. പിശാച് കവർന്നുകൊണ്ട് പോകുമല്ലേ നിന്റെ ടൈം. ഏതെല്ലാം രീതി കവർന്നുകൊണ്ട് പോകുന്നു. ദൈവസ്ഥലിനെ മുട്ടുമടക്കിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ശുശ്രൂഷ മകത്തേക്ക് കയറി വരും. പക്ഷെ മുട്ടുമടക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. അവൻ അതിനു വേണ്ടി ട്രാപ്പ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് ഉറക്കം കിട്ടാതായപ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവനെ കിടപ്പറയിൽ എഴുന്നേറ്റിട്ട് ബാൽക്കണി പോയി ഉലാത്തി. നിങ്ങൾക്കറിയാം മനുഷ്യനെ? അറിയാവോ മനുഷ്യനെ? സ്തോത്രം. പാസ്റ്റർ, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല. ഞങ്ങൾക്ക് 2-3 ബാൽക്കണി ഉണ്ട്. പക്ഷെ ഞങ്ങൾ ബാൽക്കണിയിലൊന്നും പോകത്തില്ല. ഇന്ന് ബാൽക്കണി മാറി. ഇന്നത്തെ ബാൽക്കണി ഏതെന്നറിയാമോ? നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഐഫോണും സാംസങ്ങും വിവ 19 ഒക്കെയാണ് ബാൽക്കണി. നിനക്ക് ഉറക്കം വരാതിരിക്കുമ്പോൾ നീ ബാൽക്കണി പോകുന്നില്ല. പക്ഷെ നിന്റെ കയ്യിലുള്ള മൊബൈൽ എടുത്ത് വെച്ചിട്ട് നീ ബാൽക്കണിയിൽ ഇറങ്ങുന്നുണ്ട്. അതാ ലോകം, വേൾഡ്. നിന്റെ ടൈം പോകുന്നുണ്ട്. ആവശ്യമില്ലാത്ത കണ്ണിനിമ്പമുള്ള കാര്യങ്ങൾ നീ കണ്ടിട്ട് പാപത്തിൽ ചെന്ന് വീണ് കിടന്ന് ഉരുണ്ടുവല്ലേ. പുറത്തുവാ, രക്ഷപ്പെടണോ? പുറത്തുവാ. ഈ ഉപവാസ പ്രാർത്ഥന അതിനു വേണ്ടിയാ. ഞാൻ പറഞ്ഞില്ല, വേറെ ഒന്നും വേണ്ട. കർത്താവെ, ജീവിക്കുന്നെങ്കിൽ എനിക്ക് കർത്താവിന് വേണ്ടി തീവ്രവാദിയെ പോലെ ജീവിക്കണം. ഹല്ലേലൂയ. എനിക്കിങ്ങനെ ഉഴപ്പ് ജീവിക്കണ്ട. എനിക്ക് ആത്മശക്തിയോടെ കർത്താവിനോട് ധൈര്യത്തോടെ ജീവിക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ടത്? സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇങ്ങനെ പോയാ നിങ്ങൾ 9 മണിക്ക് വീട്ടിൽ പോകത്തില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് എന്തെല്ലാം ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, ഇതാ നമ്മൾ തുടങ്ങി വെച്ചത്. പക്ഷെ അവിടെ ദൈവാത്മാവിൻ്റെ നിയോഗത്തിൽ പല സ്ഥലത്തൂടെയൊക്കെ കയറി അങ്ങ് പോയി. സ്തോത്രം. വിഷയത്തിലൊക്കെ ഒന്നും വരാൻ പറ്റിയില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി എങ്ങനെയൊക്കെ ഇറങ്ങി വരും? സ്തോത്രം. ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു കൺഫ്യൂഷനായത് പരിശുദ്ധാത്മാവ് എങ്ങനെയൊക്കെ ഇറങ്ങി വരും. 1-ാം നൂറ്റാണ്ടിൽ തീ പോലെ, കാറ്റ് പോലെ. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് തീയാണോ, പരിശുദ്ധാത്മാവ് കാറ്റാണോ എന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു വാക്ക് ഞാൻ പറയാം. നീ ഉദ്ദേശിക്കുന്ന നിന്റെ അടുപ്പിൽ കത്തിക്കുന്ന തീയല്ല പരിശുദ്ധാത്മാവ്. നിന്റെ വീടിൻ്റെ മേളിൽ കൂടെയും പറമ്പിൽ കൂടെയും വീശുന്ന കാറ്റല്ല പരിശുദ്ധാത്മാവ്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെന്താ വാർത്ത? തീ ഇടണേ എന്നൊക്കെ പറയുന്നത് എന്തിനാ പാസ? തീ വ്യാപരിക്കട്ടെ, ദൈവാത്മാവിന്റെ ശക്തി വ്യാപിക്കട്ടെ പറഞ്ഞ് എന്തിനാ പറയുന്നത്? നമ്മുടെ അടുപ്പിൽ കത്തിക്കുന്ന തീ അച്ഛാ നമ്മൾ വെള്ളം ഒഴിച്ചാൽ കെട്ടുപോകും. രാവിലെ നമ്മൾ തീപ്പെട്ടിക്കൊള്ളി ഒരിച്ചാൽ അത് കത്തിക്കുന്നേ, അല്ലെ ലൈറ്റർ വെച്ചാ കത്തിക്കുന്നേ. ആ തീ അല്ല ഇത്. അതാ ആൾക്കാർക്ക് തെറ്റിക്കിടക്കുന്നേ. സ്തോത്രം. പരിശുദ്ധാത്മാവ് തീ എന്ന് പറയാൻ എനിക്ക് കഴിയത്തില്ല. പക്ഷെ തീ പോലെ വ്യാപരിക്കും, കാറ്റ് പോലെ വ്യാപരിക്കും. ഭൂകമ്പമായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഇറങ്ങി വരുമോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭൂകമ്പമല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭൂകമ്പം 7 റിക്ടർ സ്കെയിൽ 7 കാണിച്ചാൽ ആ ദേശം മുഴുവൻ കുലുങ്ങും. പക്ഷെ ദൈവം അയക്കുന്ന ഭൂകമ്പം
ഒരു ജയിലിനകത്ത് മാത്രമേ ഇറങ്ങൂ. മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയാം. ദൈവം അയക്കുന്ന കാറ്റ് ഒരു വൃക്ഷത്തെ മാത്രം കടപുഴക്കും. ദൈവം അയക്കുന്ന തീ എന്ന് പറഞ്ഞാൽ മുൾപ്പടർപ്പ് കത്താതെ കത്തും. കണ്ടിട്ടുണ്ടോ? അതാ തീ. അല്ലാതെ നിങ്ങൾ അടുപ്പി കത്തിക്കുന്ന തീയല്ല ചായത്. സ്തോത്രം. മോശ പലപ്പോഴും തീ കണ്ടിട്ടുണ്ട് മരുഭൂമിയിൽ. പുള്ളി അത് വലിയ കാര്യമാക്കാറൊന്നുമില്ല. പക്ഷെ ഈ തീക്ക് ഒരു പ്രത്യേകത, തീ കെടുന്നില്ല, മുൾപ്പടർപ്പ് കത്തുന്നുമില്ല. സ്തോത്രം. ഈ തീ മോശ കത്തിച്ചതല്ല, ഈ തീ ഇത്രോവ് കത്തിച്ചതല്ല. ദൈവം തമ്പുരാൻ തീക്കകത്ത് ഇറങ്ങി വന്നിരിക്കുക. സ്തോത്രം. ആ തീ കെടുത്താൻ നിനക്ക് പറ്റുമോ? ആ തീ കത്തിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? സ്വർഗത്തിലെ തീയാണ്. സ്തോത്രം. തീർന്നില്ല, രണ്ടാമതൊരു തീ കാണിച്ചു തരാം. ഏലിയാവിന്റെ യാഗപീഠത്തില. സ്തോത്രം. സാധാരണ തീ കത്തണമെന്നുണ്ടെങ്കിൽ നല്ല ഉണക്ക വറവായിരിക്കണം, കരിയിലേയും കൊതുമ്പും ഒക്കെ വെച്ച് കത്തിക്കണം. ഇത് നേരെ പുള്ളി ഓപ്പോസിറ്റാണ് കാണിച്ചത്. ഈ ലോകത്തില് നമ്മൾ കത്തിക്കുന്ന തീ അവിടെ കത്തത്തില്ല. എന്നാന്നറിയാമോ? വെള്ളം കോരി ഒഴിച്ച് തോട് കണക്ക് യാഗമൃഗവും വിറകും കല്ലും മണ്ണുവെല്ലാം കുതിർന്നുപോയി. ഇനിയിപ്പൊ മണ്ണെണ്ണ ഒഴിച്ചാൽ പോലും കത്തത്തില്ല. പക്ഷെ അവിടെ ഒരു തീ ഇറങ്ങി വന്നു. അതാ സ്വർഗത്തിലെ തീ. അത് കത്തിക്കാനും കെടുത്താനും ഏലിയാവിന് പറ്റത്തില്ല, നമുക്കാർക്കും പറ്റത്തില്ല. തീ അങ്ങനെ ഇറങ്ങി വരും. അടുത്തൊരു തീയൂടെ പറയാം. സ്വർഗത്തിലെ തീയെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന തീ അല്ല സ്വർഗത്തിലെ തീ, അത് ഓർത്തോണം. നരകത്തിലെ തീ നിങ്ങൾ ശ്രദ്ധിച്ചു പോയി. ഇവിടെ ഏത് തീക്കകത്താ പുഴു ജീവനോടിരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലെ തീക്കകത്ത് എലിയും പൂച്ചയൊക്കെ കയറിയ ചത്തുപോത്തില്ലേ? പാറ്റ കയറിയ ചത്തുപോത്തില്ലേ? ഈ തീക്കകത്ത് പുഴു കിടന്ന ചാവത്തില്ല. തീയുടെ പ്രത്യേകത ഉണ്ടോ? പക്ഷെ ദണ്ണിപ്പിക്കുന്ന തീയാണ്. കത്തിക്കരിഞ്ഞു പോകത്തില്ല, ദണ്ണനമുണ്ട്. സ്തോത്രം. തീ പോലെ എന്ന് പറയുമ്പോൾ തീ പോലെയാണ്, തീയായിട്ടല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന തീയല്ല. എൻ്റെ ശുശ്രൂഷാ മണ്ഡലത്തിൽ ഇന്നു വരെ ഒരു ദുരാത്മാവ് ഇളകിയിട്ട് എനിക്ക് തണുക്കുന്നു, എന്നെ പറഞ്ഞു വിട്ടേക്കെന്ന് പറഞ്ഞിട്ടില്ല. എനിക്കിവിടെ ഇരിക്കാൻ വയ്യ, എന്നെ വചനം കുത്തുന്നു, എന്നെ പറഞ്ഞു വിട്ടേക്കെന്ന് പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, അയ്യോ എനിക്ക് പൊള്ളുന്നേ, എനിക്ക് ചൂട് കൊണ്ട് ഇവിടെ ഇരിക്കാൻ വയ്യേ, എന്നെ പറഞ്ഞു വിട്ടേക്കെ. ഇതെന്താ, ഞാൻ തീപ്പെട്ടിക്കുള്ളു കുറച്ച് വെച്ചോ പുള്ളിക്കാരുടെ ദേഹത്ത്? അല്ലെ, പുള്ളിക്കാരുടെ ദേഹത്ത് ഇല്ല. സ്വർഗത്തിലെ അത്യന്ത ശക്തി വ്യാപരിക്കുമ്പോൾ ദുരാത്മാക്കൾക്ക് അത് തീയാണ്. ദുരാത്മാക്കളെ കരിച്ചു കളയുന്ന തീ അത് പരിശുദ്ധാത്മാവാ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നാ പരിശുദ്ധാത്മാവ് തീ പോലെ മാത്രമല്ല. പല സ്ഥലത്ത് പല ടൈമിൽ പല രീതി ഇറങ്ങിയിട്ടുണ്ട്. പൗലോസും ശീലാസും ആത്മാവിൽ ആരാധിച്ചപ്പോൾ നമ്മൾ ഹല്ലേലൂയ ആത്മാവിൽ ആരാധിക്കുന്ന പോലെ അവർ ആത്മാവിൽ ആരാധിച്ചപ്പോൾ അതിൻ്റെ അകത്തൊരു അത്യന്ത ശക്തി ഇറങ്ങി വന്നു. അത് ഭൂകമ്പമായിട്ട് ഇറങ്ങി വന്നത്. അവിടെ തീയാട്ട് വന്നില്ല, ഭൂകമ്പം. അങ്ങനെയും വരും. സ്തോത്രം. ഈ തീയുടെ പ്രത്യേകത കണ്ണുകൊണ്ട് കാണത്തില്ല, അതാ വിഷയം. നമ്മൾ അടുപ്പി കത്തിക്കുന്ന തീ കണ്ണുകൊണ്ട് കാണാം. സ്തോത്രം. ഹല്ലേലൂയ. നാലാമത്തെ ഇറങ്ങി വരവേ പത്രോസും ശിഷ്യന്മാരും എല്ലാം ബോട്ടിൽ ഇരിക്കുക. ബോട്ടിനകത്തിരിക്കുമ്പോൾ യേശു കടലും വീഴ നടന്നിങ്ങോട്ട് വന്നു. നടന്നു വന്നപ്പോൾ ഇവർ പേടിച്ചുപോയി. ഭൂതമാണെന്ന് പറഞ്ഞു. നമ്മൾ കാണാത്ത, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാര്യം കാണുമ്പോൾ ഭൂതമാണെന്ന് പറയും. ഭൂതമാണെന്ന് പറയും. അത് നമ്മുടെ സ്വഭാവമാണ്. അവരും അങ്ങനെ പറഞ്ഞു. ദൈവദാസന്മാർക്ക് നേരെയല്ല ദൂഷണം പറയണത്, പരിശുദ്ധാത്മാവിന് നേരെയാണ്. മറന്നു പോകരുത്. നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കുക, കർത്താവ് എക്സ്പീരിയൻസ് തരും. വിരൽ ചൂണ്ടി ഭൂതമാണെന്ന് പറയരുത്. ഇവരെല്ലാം ഭൂതമാണെന്ന് പറഞ്ഞപ്പോൾ പത്രോസിന് മനസ്സിലായത് യേശുവാ വരുന്നത്. യേശുവിനോട് പറഞ്ഞു, യേശുവേ എനിക്ക് അങ്ങോട്ട് നടന്നു വരണം. യേശു ഒട്ടും തന്നെ പറഞ്ഞു, കമോൺ വരിക, നടന്നു പറഞ്ഞു. സ്തോത്രം. ഇത് വാക്ക് കേട്ട് 11 പേര് കൂടിയിരിക്കുക. ഞാൻ ചിന്തിക്കുന്നത്, പത്രോസേ നീ പണി കാണിക്കരുത്, വെള്ളത്തിൽ ചാടരുത്.
ഉള്ള തുണി നനയും, വേറെ തുണി നമ്മുടെ കയ്യിലില്ല. വെള്ളത്തിൽ നീന്തി കയറും, അവന് മുക്കുവനാണ്, വെള്ളത്തിൽ പേടിയൊന്നുമില്ല. പക്ഷെ എന്താ തുണി നനയും എന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷെ പത്രോസ് ഇതൊന്നും കാര്യമൊക്കെയില്ല. പത്രോസ് യേശു വരിക എന്ന് പറഞ്ഞ സമയം അവൻ്റെ കാലെടുത്ത് വിശ്വാസത്താൽ വെള്ളത്തിൽ വെച്ചു. വെച്ച നിമിഷം വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി ജലത്തെ കരമാക്കി മാറ്റി. ജലം കരഭൂമിയായി മാറി. ഓ പ്രൈസ് ദി ലോർഡ്. അതെന്താ പാസ്റ്റർ? അത് യേശു പറഞ്ഞിട്ടല്ല, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. നീ വിശ്വസിച്ച് ചവിട്ടിയാൽ ഇന്ന് വരെ നടക്കാത്ത കാര്യങ്ങൾ നടക്കും. ഓ താങ്ക് യു ജീസസ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക യേശു ഉള്ളവൻ അല്ല. യേശു ഉള്ളത് കൊണ്ടായിരുന്നെങ്കിൽ അവൻ നടന്ന് യേശുവിൻ്റെ അടുക്ക വന്നേനാമായിരുന്നു. വന്നില്ല. അവന്റെ വിശ്വാസം എപ്പ ചോർന്നോ അപ്പോൾ കരമായിരുന്ന വെള്ളം വീണ്ടും വെള്ളാവസ്ഥയിലേക്ക് മാറി. അതിന്റെ അർത്ഥം അവൻ വിശ്വസിച്ച് ചവിട്ടിയാൽ വെള്ളം കരമായി മാറും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ. അല്ലാതെ ഓരിടത്തൊന്നും ഒതുക്കി നിർത്താൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഏതൊക്കെ രീതി പ്രവർത്തിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. സ്തോത്രം. പിശാച് അവന്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. 19-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 90 കാലഘട്ടങ്ങളിലും 95 കാലഘട്ടങ്ങളിലും പിള്ളേരെയൊക്കെ വീഴ്ത്താനും നമ്മളെയൊക്കെ പൂട്ടാനും ഒക്കെ വെറ്റേം ചുണ്ടാമ്പും മുറിവീടിയും ചെറിയ സിനിമയും ഒക്കെ മതിയായിരുന്നു. അങ്ങനെയൊക്കെ പിടിച്ച് അവന് വീഴ്ത്താമായിരുന്നു. ഇപ്പൊ അവൻ അപ്ഡേറ്റ് ചെയ്തു. വീട് വിട്ട് പുറത്തു പോകണ്ട ഒരുത്തനെ പിശാചിനെ കുരുക്കാൻ. നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ, കമ്പ്യൂട്ടറിൽ കൂടെ അവൻ കയറി നിന്റെ ഹൃദയത്തിനകത്തും മൈൻഡിനകത്തും അവൻ പിടിച്ചു കെട്ടിക്കഴിഞ്ഞു. സ്തോത്രം. 3 മാസങ്ങൾക്ക് മുമ്പ് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവിടെ ഒരു വിഷയം ഞാൻ പറയാം. നമ്മുടെ തലമുറകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കറിയാമോ ഒരേ സ്റ്റേജിലാണ്? ഓ എൻ്റെ കുഞ്ഞ് അങ്ങനൊന്നും അല്ല പാസ്റ്റർ, എനിക്കറിയാം. അതൊക്കെ നല്ല കാര്യമാണ്, വിശ്വാസം നല്ലതാണ്. പക്ഷെ ദൈവാത്മാവോടെ കാര്യം ഞാൻ പറയാം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. അവരുടെ മൈൻഡിലേക്ക് നമ്മൾ പറയുന്ന ഒന്നും കയറുന്നില്ല. നമ്മളെ കണ്ണും വീഴ്ച നോക്കി അവരിയ്ക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ 1 മണിക്കൂർ പ്രസംഗിക്കുന്ന കാര്യം അവൻ്റെ ബ്രെയിനിലോട്ട് കയറുന്നില്ല. അത് അവൻ്റെ കുറ്റമല്ല. എന്താ കാര്യം എന്നറിയാമോ? എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാരില്ലേ? നിങ്ങളുടെ മൊബൈലിൻ്റെ മെമ്മറി ഫുള്ളായി കഴിഞ്ഞാൽ എന്താ എഴുതി കാണിക്കണമെന്നറിയാമോ? യുവർ മൊബൈൽ മെമ്മറി ഈസ് ഫുൾ, ഡിലീറ്റ് സം ഫയൽസ് എന്ന് പറഞ്ഞാൽ മൊബൈലിൻ്റെ മെമ്മറി ഫുള്ളായി കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാതെ, എന്തെങ്കിലും റിമൂവ് ചെയ്ത് കളയാതെ അടുത്തൊരു ഫയൽ അതിനകത്ത് കയറത്തില്ല. നമ്മുടെ തലമുറകളുടെ മൈൻഡിനെ പിശാച് അവൻ്റെ കംപ്ലീറ്റ് തോട്ട്സ് ഇട്ട് നിറച്ചിരിക്കുക. അവരിതിൻ്റെ അകത്തിരിക്കുന്നെങ്കിലും അവരുടെ മൈൻഡ് ഇവിടെ ഇല്ല. അവരുടെ സ്റ്റോറേജ് മുഴുവൻ പിശാച് നിറച്ചിരിക്കുക. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ നീ ഇത് പോകുന്ന സ്ഥലത്ത് പറയണം, തലമുറകളുടെ ബ്രെയിനിന്റെ മേൽ കൈവച്ച്, തലയെ കൈവച്ചിട്ട് അതിനെ റിമൂവ് ചെയ്യണം. അവർ പിശാചിട്ടിരിക്കുന്ന ഡേറ്റാസിനെ റിമൂവ് ചെയ്യണം. ഇന്ന് യൗവനക്കാരിവിടെ ഇല്ല, കുഞ്ഞുങ്ങൾ കുറച്ചേ ഉള്ളൂ. അവർക്ക് ആഗ്രഹമുണ്ട് പുറത്തു വരണമെന്ന്, പക്ഷേ റിമൂവ് ചെയ്യണം. തലയ്ക്കകത്തിട്ടിരിക്കുന്ന കംപ്ലീറ്റ് പൈശാചിക ഡേറ്റാസിനെ യേശുവിൻ്റെ നാമം പറഞ്ഞ് പുറത്താക്കണം. അങ്ങനെ എന്നോട് കർത്താവ് പറഞ്ഞതിന് ശേഷം ഞാൻ സഭയിൽ ശുശ്രൂഷിക്കുന്നപ്പോൾ ഞാൻ ഇങ്ങനെ കോളിംഗ് കൊടുത്തു. 25ഓളം കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നു. കൈവച്ച് വന്ന് 4ാമത്തെ മകൻ്റെ തലയിലോട്ട് കൈവെക്കാൻ വരികയും എന്നോട് പറഞ്ഞു, എൻ്റെ തലയെ കൈവെക്കരുതെന്ന് പറഞ്ഞു. എന്നോട് പറയാം. ഞാൻ പറഞ്ഞു, വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ആ പയ്യന് ആകപ്പാടെ 16-17 വയസ്സേ ഉള്ളൂ. അവനല്ല പറയുന്നത്. അവൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ അവനിൽ വ്യാപരിക്കുന്ന ശക്തി എഴുന്നിട്ടെന്ന് പറഞ്ഞു, എൻ്റെ തലയെ കൈവെക്കരുത്. കൈവച്ച നിമിഷം തന്നെ അവൻ നിലത്ത് വീണു. അവൻ്റെ ശക്തി വിട്ടുമാറി. നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിനെ പിശാച് ബന്ധിച്ചിരിക്കുക.
അവർക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല. അവർക്ക് പരിശുദ്ധാത്മാവിന് ശക്തി പ്രാപിക്കാൻ കഴിയുന്നില്ല. അവർക്ക് വാ തുറന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നില്ല. അവർക്ക് പ്രസംഗം ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തു വരണം. അവൻ അറിയാം ഇതോടുകൂടി പെന്തക്കോസ് കട്ടനിടും. നമ്മുടെ പിതാക്കന്മാർ നിന്ന പോലല്ല. ആത്മാവിന്റെ ശക്തി എത്ര പേർ പ്രാപിച്ചിട്ടുണ്ട്? ഈ ആത്മാവിൽ എത്ര പേർ ചലിക്കുന്നുണ്ട്? 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ സഭകൾ കാലിയാ. ഓർത്തോളം, 10 വർഷം കഴിയുമ്പോൾ സഭകൾ കാലിയാവും. യൗവനക്കാർ ആരാധിക്കാൻ കാണത്തില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ തലയെ കൈവച്ചിട്ട് അവരെ കൺട്രോൾ ചെയ്യുന്ന ശക്തിയെ പുറത്താക്കണം. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. സ്തോത്രം. അതെങ്ങനെയാ പാസ്റ്ററെ? 12 വയസ്സുള്ളൊരു പെൺകുട്ടി, നല്ലപോലെ പഠിച്ച പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ മൈൻഡ് മറിഞ്ഞുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ്റെ പേര് മറന്നു, അമ്മയുടെ പേര് മറന്നു, ഒന്നും ഓർമ്മയില്ല, സ്കൂളിൽ പോകുന്നില്ല. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള 12 വയസ്സുള്ള പെൺകുട്ടി ആദ്യമായിട്ട് ഞാൻ അന്ന് പ്രാർത്ഥിക്കുന്നത്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞു, അവൾ കാണുന്ന മൊബൈലിൽ കൂടെ, നിങ്ങൾക്കറിയാമോ, സൈറ്റാനിക് വർഷിപ്പേഴ്സ് നമ്മുടെ കുഞ്ഞുങ്ങളെ ടാർഗറ്റ് ചെയ്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ വീഡിയോസ് അല്ല. ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ പോയി സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ മൈൻഡിനെ തിരിക്കുന്ന സംഭവം അതിൻ്റെ അകത്തുണ്ട്. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 5 മിനിറ്റ് കണ്ടാൽ കള്ളു കുടിച്ചൊരു കുഞ്ഞിനെ പോലായി മാറും. അവൻ എന്നും അത് വേണം. പിന്നെ ആ 5 മിനിറ്റ് അവൻ 10 മിനിറ്റ് ആക്കും, 15 മിനിറ്റ് ആക്കും. ആ വീഡിയോ നോക്കിയിരുന്നാൽ അങ്ങനെ ആവും. ഒരാൾ മദ്യപിച്ചാൽ എങ്ങനെ ആവും, അതേപോലെ ആകും. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പൈതലിൻ്റെ മൈൻഡ് മറിഞ്ഞുപോയി. അവൻ്റെ കംപ്ലീറ്റ് സിസ്റ്റം താറുമാറായി. എന്തു ചെയ്യണം? ഹല്ലേലൂയ. സിസ്റ്റം പരിശുദ്ധാത്മാവ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്താ? അവൻ്റെ മേൽ കൈവെക്കുന്നതിന് കൂടെ അവൻ്റെ ഫോണിൽ കൈവെക്കണം. എങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ എങ്കിലേ പറ്റത്തുള്ളൂ. അവൻ്റെ ലാപ്ടോപ്പിൽ കൈവെക്കണം. നിന്റെ തലമുറ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിൽ കൈവെക്കണമെന്ന്, നിന്റെ തലമുറ ഉപയോഗിക്കുന്ന മൊബൈലിൽ കൈവച്ചിട്ട് പറയണം, എൻ്റെ കുഞ്ഞിനെ പൂട്ടുന്ന ഒരു കാര്യവും ഇതിൻ്റെ അകത്തൂടെ പിശാച് കേട്ടരുത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് അപ്ഡേറ്റ് ചെയ്തോ? നീ ബ്ലോക്ക് ചെയ്യുമ്പോൾ ബ്ലോക്ക് ചെയ്യപ്പെടും. സ്തോത്രം. ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നോ, ഇന്നേക്ക് 7 ദിവസമുള്ള നിന്നെ ഞാൻ പൂട്ടുമെന്ന് ഒരാൾ പറഞ്ഞു. 3-ാമത്തെ ദിവസം എനിക്ക് കോൾ വന്ന ഒരു പെൺകുട്ടിയുടെയാണ്, ഒരു സെയിൽസ് ഗേളിൻ്റെ. ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ ഇത്തള് പിടിക്കുന്ന പോലെ എന്നെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നെ കാണണം, എന്നോട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, എന്നോട് സംസാരിക്കാൻ താല്പര്യപ്പെടില്ല, പ്ലീസ്. ഞാൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അടുത്ത കോളിൽ നിന്ന് വീണ്ടും എന്നെ വിളിച്ചു, ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. എത്രയോ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്തു, പക്ഷെ വീണ്ടും വീണ്ടും എന്നെ വിളിക്കാൻ തുടങ്ങി. ഒരു രക്ഷയില്ല. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എന്നെ ഒരു പെൺകുട്ടി പിന്തുടരുന്നു, അവൾ എന്നെ ഫോളോ ചെയ്യുന്നു, എന്ത് ചെയ്യണം? ഞാൻ ഇടപെടാം. ഞാൻ നീ ഇടപെട്ട കാര്യമില്ലല്ലോ. വീണ്ടും എനിക്ക് കോൾ വരും. രാത്രി 12-1 മണിക്ക് ഡിസ്റ്റർബൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പല നെറ്റ് കോളിൽ നിന്ന് കോൾ ചെയ്യുന്നു, പല നമ്പറിൽ നിന്ന് കോൾ വരുന്നു. വല്ലാതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വൈഫ് പറഞ്ഞു, ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ രാത്രി പ്രാർത്ഥന പറഞ്ഞു, ബ്ലോക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ ബ്ലോക്ക് ചെയ്തു. എത്രയോ പ്രാവശ്യം ബ്ലോക്ക് ചെയ്തു. നോ, ആത്മാവെ ബ്ലോക്ക് ചെയ്യും. എൻ്റെ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായവനും സകലത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഫോണിലേക്ക് വരുന്ന പൈശാചിക ശക്തിയെ ഞാൻ യേശുവിൻ്റെ നാമത്തെ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിപ്പിന് ഈ നിമിഷം വരെ കോൾ വന്നിട്ടില്ല. ഇത് അപ്പോസ്തലന്മാർ ചെയ്തോ? ഇല്ല. പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അത് ചെയ്യണം. ഈ കാലഘട്ടം അതാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് എങ്ങനെയൊക്കെ നിങ്ങളെ ഉപയോഗിക്കുന്നത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഫ്രെയിം ചെയ്ത് പരിശുദ്ധാത്മാവിന് വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഈ ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലെ വേലക്കാരനല്ല പരിശുദ്ധാത്മാവ്, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകന്മാരാ. സ്തോത്രം. ഒന്ന് മാറി നോക്കിക്കേ, അത്ഭുതങ്ങൾ സംഭവിക്കും. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിന് ഒത്തിരി കാര്യം ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ചെയ്യാനുണ്ട്. നിങ്ങൾ റെഡിയാണോ? സ്തോത്രം. പരിശുദ്ധാത്മാവിന് ശരീരമുണ്ടോ? സംശയമായല്ലോ.
വ്യക്തിത്വമുണ്ട്, ശരീരമില്ല. സ്തോത്രം. അപ്പൊ പരിശുദ്ധാത്മാവിന് ഈ തിരുവനന്തപുരം പട്ടണത്തിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ശരീരം വേണം. റെഡിയാണോ കൊടുക്കാൻ? റെഡിയാണോ കൊടുക്കാൻ? ഈ കാലഘട്ടത്തിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന് വേണം. എന്തിനാണെന്നറിയോ? കിടക്കുന്നവനെ യേശുവിന്റെ നാമത്തിൽ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ. തകർന്നിരിക്കുന്നവനെ തലേ കൈവച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാന്ന് പറയാൻ. നിന്റെ നാവ് വേണമെന്ന്, നിന്റെ കൈ വേണമെന്ന്, നിന്റെ കണ്ണ് വേണം. യേശുവിന്റെ നാമത്തിൽ ജയം. പരിശുദ്ധാത്മാവി ചലിക്കുന്ന നീ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. 40 പേര് ബസ് സ്റ്റോപ്പിൽ കാണും. ഒരു മനുഷ്യൻ വന്നിട്ട് നിന്നോട് ചോദിക്കുക, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എവിടായി എന്ന് ചോദിച്ചാൽ എന്തു പറഞ്ഞു കൊടുക്കും? നല്ലപോലെ വഴി പറഞ്ഞു കൊടുക്കണം. വഴി തെറ്റരുത്. അതിനുശേഷം നീ ഒന്ന് ചിന്തിക്കണം, 40 പേര് നിൽക്കുന്ന ഈ ബസ് സ്റ്റോപ്പിൽ ഈ സഹോദരി എന്തുകൊണ്ടാണ് എന്നോട് വന്ന് ലൊക്കേഷൻ ചോദിച്ചത്? ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കണം, ചോദിക്കണം. സഹോദരി, അവിടെയാണ് ഹോസ്പിറ്റൽ, എന്താ വിഷയം? അത് ഞാൻ ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ടു, എനിക്ക് നടുവേദനയാ മാറുന്നില്ല, അല്ലെ തലവേദനയാ മാറുന്നില്ല. അവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കാണാൻ പോവാ. ഓക്കെ, നമ്മളെ ആത്മാവ് വ്യാപരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോൾ ആയതുകൊണ്ടാണ് നിന്റെ മുന്നിൽ വന്നത്. നീ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട്, സിസ്റ്ററെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അയ്യോ, ചാവാൻ പോകുന്നവന് കച്ചിത്തുറവും രക്ഷപ്പെടാനുള്ള ആയുധമാണല്ലോ, പ്രാർത്ഥിച്ചോട്ടെ. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് മാറ്റി നിർത്തി ഒറ്റ പ്രാർത്ഥന. അവിടെ ഒരു ബഹളവും വേണ്ട. പ്രാർത്ഥനയുടെ രീതിയുണ്ട് കേട്ടോ. നമ്മൾ ഈ പ്രാർത്ഥന മാറിപ്പോകുന്നതുകൊണ്ടാണ് ഈ വിഷയം വരുന്നത്. ഒറ്റ പ്രാർത്ഥന. നമുക്കൊരു അധികാരമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇവളിൽ വ്യാപരിക്കുന്ന ആ രോഗത്തിൻ്റെ ബന്ധനത്തെ ഞാൻ കാസ്റ്റ് ഔട്ട് ചെയ്യുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇത്രയും പറഞ്ഞാൽ മതി. നിങ്ങളുടെ നമ്പർ കൈ കൊടുത്തേക്കണം. അവരുടെ നമ്പർ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചു. ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ ആ സഹോദരി നിങ്ങളെ വിളിച്ചിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? സിസ്റ്ററെ, ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകുമായിരുന്നു, പക്ഷെ ഞാൻ ആ ഡോക്ടറുടെ അടുക്ക ചെന്ന് നോക്കിയപ്പോഴേ എനിക്ക് ആ വേദന ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര വേദനയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ വേദന ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ, യേശുവിൻ്റെ നാമം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ സൗഖ്യമായി. എനിക്ക് യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയണം. നിങ്ങൾ വലിച്ചോണ്ട് വരണ്ട. അടുത്ത ആഴ്ചയിൽ ഇതിൻ്റെ അകത്ത് വന്ന ആള് കയറും. നിങ്ങൾ ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവിന്റെ കയ്യിലെ ഒരു വെപ്പണായി മാറി നോക്കിക്കേ. ഈ ദേശത്തെ ദൈവം പിടിച്ചൊലയ്ക്കും. ഇത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന് വേണം. പത്രോസും യോഹന്നാനും കൂടെ ആരാധനയ്ക്ക് വേണ്ടി ഓടുക. ആരാധന സമയമാണ്. പരിശുദ്ധാത്മാവിന് ആഗ്രഹം അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കണം. എന്തിനാണെന്നറിയാമോ? പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും പേര് പബ്ലിസിറ്റി ചെയ്യാനല്ല, യേശുവിൻ്റെ നാമം ഉയർത്താൻ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം സാം ചെന്നിത്തലയുടെ പേര് ഉയർത്താനാണെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല. പത്രോസും യോഹന്നാനും നടന്നു പോകുമ്പോൾ മുൻകൂട്ടി പരിശുദ്ധാത്മാവ് ഒരു നിയോഗം കൊടുത്തില്ല. പോകുന്ന സമയം പെട്ടെന്ന് ഇൻസിഡന്റായി കയറി വന്നു. അവരെ ഉറ്റുനോക്കി, അങ്ങോട്ട് നോക്കിയിട്ട് അവന്റെ ഹൃദയത്തിനകത്തുള്ള കാര്യങ്ങൾ ഇവർ സ്കാൻ ചെയ്തു. ആത്മാവി ചലിക്കുന്ന നിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് എന്തെന്ന് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ ഒരു കണ്ണ് നിനക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിന്റെ കണ്ണ് വിശുദ്ധമായിരിക്കണം. സീരിയൽ കണ്ടും സിനിമ കണ്ടും കോമഡി കണ്ടും നടക്കുന്ന കണ്ണിൽ കൂടെ ദൈവ സാന്നിധ്യം വ്യാപരിക്കത്തില്ല.
അനീതിയുടെ കൂലി മേടിക്കുന്ന ഈ കൈ കൊണ്ട് നിനക്കൊരാളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കഴിയത്തില്ല. നിന്റെ കൈ വിശുദ്ധമായിരിക്കണം. തീർന്നില്ല. നിന്റെ നാവിൽ കൂടെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കണമെങ്കിൽ നിന്റെ നാവ് ശുദ്ധമായിരിക്കണം. ദൈവപ്രവൃത്തി നടക്കാത്തതിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. എന്തെങ്കിലും കാണിച്ചു കൂട്ടി നാവ് കൊണ്ട് അത് പറഞ്ഞാൽ സംഭവിക്കത്തില്ല. ഓ, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങണമോ, നിന്റെ നാവിൽ അധികാരം വ്യാപരിക്കണമോ, നീ വിശുദ്ധനായിരിക്കണം. Praise God. Thank you Jesus. പരിശുദ്ധാത്മാവിന് ആഗ്രഹം അവിടെ ഇരിക്കുന്നത് എഴുന്നേൽപ്പിക്കണം. പരിശുദ്ധാത്മാവിന് ആഗ്രഹം. പരിശുദ്ധാത്മാവിന് അങ്ങനെ ആഗ്രഹമുള്ളാവുമ്പോൾ പരിശുദ്ധാത്മാവോട് കണക്ട് ചെയ്യപ്പെട്ടവരെയാ പരിശുദ്ധാത്മാവ് പൊക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് രാവിലെ. എന്തെങ്കിലും പരിശുദ്ധാത്മാവ് കാണിച്ചാൽ പുറകെ പോണം, ഇരുന്ന് പ്രാർത്ഥിക്കണം. എന്തിനാ എന്നെ കാണിച്ചത്? അങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം അതിൻ്റെ അകത്ത് റെസ്പോൺസിബിലിറ്റിയോടെ ഇരുന്ന് നോക്കിക്കേ, പിന്നെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇവർ പോകുന്ന പാതയിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അവരെ നോക്കാൻ പറയുന്നു. നോക്കുന്നു. അവന്റെ ആഗ്രഹം എന്തെന്ന് മനസ്സിലായി. നീ ചോദിക്കുന്ന കാര്യം ഞങ്ങളിലില്ല എന്ന് പറഞ്ഞാൽ സിൽവറും കോയിനും ഒന്നും ഞങ്ങളുടെ, ഗോൾഡൊന്നും ഞങ്ങളുടെ കയ്യിൽ. അതിൻ്റെ അർത്ഥം അന്നത്തെ ഹല്ലേലൂയ ഫണ്ട് അല്ലെങ്കിൽ അന്നത്തെ കറൻസി ഞങ്ങളുടെ കയ്യിലില്ല. നിനക്കതാ വേണ്ടത്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ മറ്റൊന്നുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് അവനെ എഴുന്നേൽപ്പിക്കണം. അവനെ എഴുന്നേൽപ്പിക്കണം. അവർ റെഡി ആയത് കൊണ്ടും പരിശുദ്ധാത്മാവ് പറഞ്ഞത് അതേപോലെ അനുസരിച്ചത് കൊണ്ടും ആ മനുഷ്യൻ എഴുന്നേറ്റ് നടന്നു. യേശുവിൻ്റെ നാമം മഹത്വപ്പെട്ടു. അവരത് ചെയ്തില്ലായിരുന്നെങ്കിലോ, അങ്ങനെ സംഭവം ബൈബിളിൽ കാണുമോ? കാണത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒന്നും എഴുതാനില്ലാത്തത്. മനസ്സിലായോ? അപ്പോസ്തല പ്രവൃത്തികൾ 28 അധ്യായം എഴുതി വെച്ചതേ അവർ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചത് കൊണ്ടാ. ഇന്നൊന്നും എഴുതാനില്ലാത്ത എന്തുകൊണ്ടെന്നറിയാമോ? നമ്മൾ അനുസരിക്കാത്തത് കൊണ്ടാ. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്തു പറഞ്ഞാലും അനുസരിക്കണം. അനന്യാസ് എന്ന മനുഷ്യൻ ആരും അറിയാതെ പ്രാർത്ഥിക്കുകയാണ്. ഒരു മനുഷ്യനോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവൻ ദൈവമായിട്ട് കണക്റ്റഡ് ആകട്ടോ. ആത്മാവുള്ളവനെ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവുമായിട്ട് കണക്ട് ചെയ്തൊരു മനുഷ്യന് മാത്രമേ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം. പരിശുദ്ധാത്മാവോട് കണക്റ്റുള്ള മനുഷ്യനെ യഥാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. അവൻ ആത്മാവി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ്റെ പ്രാർത്ഥന ദേശത്തിൻ്റെ വിടുതലാണ്, ദേശത്തിൻ്റെ സൗഖ്യമാണ്. ഈ ദേശത്ത് ജനം വിടുവിക്കണമേ, ഈ ദേശത്ത് ആത്മാക്കൾ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നോക്കിയപ്പോൾ ആ ദേശത്തെ നശിപ്പിക്കാൻ ഒരു കുതിരപ്പുറത്ത് കയറി വരുന്നു. ഒരുത്തൻ പ്രാർത്ഥിക്കുന്നു, ഇവിടെ അങ്ങനെ സംഭവിക്കരുത്, ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവം അവനെ തൊട്ടു. ആരെ? ശൗലിനെ തൊട്ട് വിട്ടു. ദമസ്കോസിന്റെ പടിവാതിക്കലിട്ടു. ഒരു കാര്യം ദൈവമേ വിളിച്ചു പറയാം. തിരുവനന്തപുരം പട്ടണത്തിൽ നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ ബോർഡറിലേക്ക് ഒരു ശക്തി കയറണമെന്നുണ്ടെങ്കിൽ ദൈവം അനുവദിക്കണം. ഒരു അനന്യാസ് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ദമസ്കോസിന്റെ ബോർഡർ കടക്കാൻ ശൗലിന് കഴിഞ്ഞില്ല. അടിച്ചവിടെ ഇട്ടു. അനന്യാസിന്റെ പ്രാർത്ഥന കൊണ്ട് തന്നെയാണോ? അതെ. എന്താ കാര്യം എന്നറിയാമോ? ഈ ദൂത് പറയാൻ വിളിച്ചതാരെന്നറിയാമോ? അനന്യാസിനെയാ. എഴുന്നേക്ക്, പോ. സ്തോത്രം. അവന് പൗലോസിനെ അറിയാം, ശൗലിനെ നല്ലപോലെ അറിയാം. എൻ്റെ ദൈവമേ, ആ മനുഷ്യൻ എല്ലാവരും കൊന്നു പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് പോണോ? പോവുക, പോ, പോ. യേശു പറഞ്ഞു, പോകുക, സകല സൃഷ്ടിയോടും എന്റെ വചനം പ്രസംഗിക്കണം, നിങ്ങൾ സാക്ഷികളാകണം. പോകാൻ പറഞ്ഞവന്റെ ശക്തി വ്യാപരിക്കണമോ? നീ അവന്റെ വാക്കിന് വലയിറക്കണം. അവന്റെ ശബ്ദം കേട്ട് സ്റ്റെപ്പ് വെച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിന്റെ മുന്നിൽ വരുന്ന ഏത് ശക്തിയായി നോക്കട്ടെ, അവൻ നിന്റെ മുന്നിൽ മുട്ടുമടക്കും. ആരാന്നറിയാമോ? നിന്നെ കാണുന്നവൻ യേശുവിനെ കാണുന്നു, നിന്നെ അയച്ചവനെ കാണുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന രണ്ടാമത്തെ കാര്യം, അയച്ചവനെ കാണുന്നില്ല, നമ്മളെയാ കാണുന്നത്.
അയച്ചവനെ വെളിപ്പെടുത്തണം, അയച്ചവനെ കാണണം. അനന്യാസ് പോയി അവൻ്റെ കണ്ണും പൂട്ടിയിരിക്കുക. ദൈവം തലയെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിൻ്റെ കെട്ടുപൊട്ടി, അകത്തെ ദൃഷ്ടി ഓപ്പണായി. സ്തോത്രം. ദൈവമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. പ്രാർത്ഥനയിൽ ആത്മാവിൽ കണക്റ്റഡ് ആയിരിക്കണം. ഈ തിരുവനന്തപുരം പട്ടണത്തെ കർത്താവ് ഇളക്കും. ഞാൻ ചിന്തിക്കുന്നു, ഇതൊന്നുമല്ല ഗ്രോത്ത്. ഇവിടെ ഹൈദരാബാദിൽ 3 ലക്ഷം സഭ വിശ്വാസികൾ കയറി സഭയ്ക്കകത്ത് കയറാൻ പറ്റുമെങ്കിൽ, തമിഴ്നാട്ടിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കയറുന്ന സഭകൾ കയറുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തിരുവനന്തപുരം പെട്ടെന്ന് നടക്കത്തില്ല? നടക്കും. നിങ്ങൾ ഓരോരുത്തരും ആത്മാവിൻ്റെ ശക്തി അവിടെ ഇറക്കിക്കേ. നിങ്ങൾ ഓരോരുത്തരും മടങ്ങി വരുമ്പോൾ അടുത്ത ആഴ്ച നിങ്ങളുടെ കൂടെ ആൾക്കാർ കയറും. ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. വേറെ ഹോൾ നോക്കേണ്ടി വരും. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കണം. പരിശുദ്ധാത്മാവിന് നമ്മുടെ ശരീരം വേണം. സ്തോത്രം. നമുക്ക് ദീർഘമായിട്ട് മുന്നോട്ട് പറഞ്ഞു പോകാൻ സമയമില്ല. സമയം വളരെ കുറവായുണ്ട്. പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ സ്തോത്രം ഇടപെടൽ നമ്മൾ ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മൾ മാറുമോ? നമുക്കൊരു മാറ്റം ഉണ്ടാകുമോ? ഉണ്ടാകും. സ്തോത്രം. 3 രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളെ ചലിക്കും. ചില കാര്യങ്ങൾ മാത്രം ഓടിച്ച് ഞാൻ പറയാം. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്യും. നമ്മുടെ സ്വഭാവത്തിനൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാകും. രൂപമൊന്നും മാറണം നിർബന്ധമില്ല. ചിലപ്പോൾ വിശുദ്ധിയൊക്കെ കൂടിയിട്ട് രൂപമൊക്കെ മാറാൻ സാധ്യതയുണ്ട്. മീശയൊക്കെ വടിച്ച് കളയും, താടി വടിച്ച് കളയും, ഒക്കെ സന്തോഷം. ഇന്ന് തൊട്ട് ഞാൻ വെള്ള കളർ ഇടത്തുള്ളൂ, അതൊക്കെ തീരുമാനിച്ചു, കുഴപ്പമൊന്നുമില്ല. ചില കാര്യങ്ങൾ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്യത്തുള്ളൂ. എന്നാൽ കൂടുതൽ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ച് മാത്രമേ കൺട്രോൾ ആകത്തുള്ളൂ. ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ടൊരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18 ഒന്ന് വായിച്ചേ. 18 വായിച്ചേ. അതിനാൽ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. ഇവിടെ ഈ വാക്യം അപ്പോസ്തലനായ പൗലോസ് എഴുതി വെക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് കയറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ വീഞ്ഞു കുടിച്ച് നിങ്ങൾ മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ഇത് പറയുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കും കള്ളുകുടിയന്മാരെ കുറിച്ച് എന്തോ പറയാൻ വേണ്ടി പോവുക. അത് പറയാനൊന്നും അല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സ്തോത്രം. വീഞ്ഞു കുടിച്ച് മത്തായാൽ ദുർനടപ്പ് നമ്മളിൽ നിന്ന് ഉണ്ടാകും. അത് ഈ സഹോദരിമാർക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവും. സഹോദരന്മാർക്ക് ചിലർക്ക് മനസ്സിലാവും, എല്ലാവർക്കും ഒന്നും മനസ്സിലാകത്തില്ല. കള്ളു കുടിച്ചവർക്ക് മനസ്സിലാവും ദുർനടപ്പ് ഉണ്ടാവുമല്ലോ എന്നുള്ള കാര്യം. പരിശുദ്ധാത്മാവിന് ഒരു തെറ്റും ഉണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവ് ഇതിനിടയ്ക്ക് എഴുതി വെക്കാൻ കാര്യം നമുക്ക് ഈ കാര്യം മനസ്സിലാകാൻ വേണ്ടിയാണ്. അന്നത്തെ കാലത്ത് വീഞ്ഞാണെങ്കിൽ ഇന്ന് നമുക്ക് മദ്യമാക്കാം. വീഞ്ഞ് വേണ്ട, വീഞ്ഞ് മാറ്റി വെക്കാം. മദ്യം ഒരു മനുഷ്യൻ കഴിച്ചാൽ അവൻ്റെ കൺട്രോൾ പോകുമോ? പോകും. സ്തോത്രം. അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. സാധാരണ ഞാൻ പറയുന്നൊരു എക്സാമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യമാണ്. ഓമനക്കുട്ടനും സതി ചേച്ചിയും. ഈ ഓമനക്കൂട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ നല്ല മനുഷ്യനാണ്. രാവിലെ നല്ല മനുഷ്യനാണ്. അദ്ദേഹം ഇറങ്ങാൻ പോകുമ്പോൾ സരിത എന്നാ ചേച്ചിയുടെ സതിയല്ല സരിത. ഈ രാവിലെ ഇറങ്ങാൻ പോകുമ്പോൾ സരിതയെ വിളിക്കും. ഇടി സരിതേ, ഇനി വന്നേ, ഞാൻ ജോലിക്ക് പോകുകയാണ്. വൈകിട്ടത്തൊക്കെ എന്തെങ്കിലും മേടിച്ചോണ്ട് വരണോ? അച്ഛാ കപ്പ മേടിച്ചോ, കിട്ടുവാണെങ്കിൽ 1 കിലോ മത്തി മേടിച്ചോ. ഓക്കെ. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ വേണ്ടി പോകും. അതെ. നീ എന്താ വല്ലതൊക്കെ കഴിക്കുക? നീ അങ്ങ് ക്ഷീണിച്ചല്ലോ, വല്ലാതെ പനി വല്ലതും ഉണ്ടോ? വല്ല ഗുളിക വല്ല മേടിച്ച് കഴിക്കുക. എന്തൊക്കെ വളരെ സ്നേഹത്തോടെ ഈ മനുഷ്യൻ ജോലിക്ക് പോയി ജോലി ചെയ്ത് ശമ്പളം മേടിച്ചു, ജോലിക്കൂലി മേടിച്ചു, 1000 രൂപ മേടിച്ചു. തിരിച്ചു വരുന്ന വഴിക്ക് കൂട്ടുകാരുടെ കൂടെ കുറെ മദ്യം അങ്ങ് കഴിച്ചു. സൈക്കിളിൽ അങ്ങോട്ട് പോയത്. തിരിച്ച് അദ്ദേഹം സൈക്കിൾ ചവിട്ടാൻ വയ്യ. അദ്ദേഹം സൈക്കിള് ഒരു വഴിക്ക് പോകും, അദ്ദേഹം ഒരു വഴിക്ക്. പിന്നെ സൈക്കിൾ വലിച്ചുകൊണ്ട് വരും, പിന്നെയും സൈക്കിൾ ഒരു വഴിക്ക്, അദ്ദേഹം ഒരു വഴിക്ക്. അങ്ങോട്ട് സൈക്കിൾ ചവിട്ടി പോയ ആളാണ്. തിരിച്ചിങ്ങോട്ട് വന്നിട്ട് വീടിനെ മുറ്റത്ത് ആ സൈക്കിൾ അങ്ങോട്ട് മറിച്ച് അങ്ങ് ഇട്ടു. ഒറ്റ വിളിയാ, ഇടി സരിതേ ഇങ്ങോട്ട് മടി.
പുള്ളിക്കാരി ഇറങ്ങി വന്നു, കപ്പ എന്ത് ചെയ്യും? കപ്പയോ? ഒറ്റ ഇടി. കപ്പയും മീനൊന്നും ഇല്ല. എന്തോ അടി? ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നേ. പിള്ളേർ അച്ഛാ മാറിക്കടാ. പുള്ളി അങ്ങോട്ട് പേച്ച് വെച്ച് അവിടെ വീണു. വെള്ളം അടിച്ചിരിക്കുമല്ലേ. കപ്പയില്ല, മീനുമില്ല, വീട്ടിൽ പട്ടിണിയാണ്. ഈ മനുഷ്യൻ വല്ലതും വന്നിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന പിള്ളേർക്ക് കൊടുക്കാൻ പട്ടിണിയാണ്. പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ എഴുന്നേറ്റ് വരും. സരിതേ, ഞാൻ ജോലിക്ക് പോവുകയാണേ, മത്തി എന്തെങ്കിലും മേടിക്കണോ? പുള്ളിക്കാരിക്ക് സ്ഥിരം ഇതറിയാം, ഒന്നും മേടിക്കത്തില്ല. അതുകൊണ്ട് പുള്ളിക്കാരി എന്തെങ്കിലുമൊക്കെ തട്ടിൻകുട്ടി പിള്ളേരെ വളർത്തുക എന്ന് പറഞ്ഞാൽ എന്നും കപ്പയും മീനും മേടിക്കും, പക്ഷെ ഒന്നും മേടിച്ചുകൊണ്ട് വരത്തില്ല. പുള്ളി വെള്ളം പിടിച്ച് ബോധമില്ലാതെ കയറി വരുന്നത്. നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായോ? രാവിലെ ഈ ഓമനക്കൂട്ടം നല്ല മനുഷ്യനാണ്, പക്ഷെ വൈകിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് സൈക്കിളിൽ ഓട്ടാൻ പറ്റുന്നില്ല, നേരെ നടക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ വന്നിട്ട് ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ആവശ്യമില്ലാത്ത വാക്കുകൾ സംസാരിക്കുന്നു, ഭാര്യ ഇടിക്കുന്നു, ദുഷ്പ്രവൃത്തികൾ വരുന്നു. ദുഷ്പ്രവൃത്തികൾ. 4 ഗ്ലാസ് മദ്യം അവനെ നേരെ നടക്കാൻ വയ്യാതാക്കുന്നു. ദുഷ്പ്രവൃത്തികൾ വരുന്നു. ചിന്ത മാറുന്നു, നടപ്പ് മാറുന്നു, സംസാരം മാറുന്നു. 4 ഗ്ലാസ് മദ്യം. പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വച്ചിരിക്കുന്നു, ഞാൻ അകത്ത് വരുമ്പോൾ. 4 ഗ്ലാസ് മദ്യത്തിന് ഒരു ഓമനക്കൂട്ടന്റെ നടപ്പ് മാറ്റാൻ പറ്റുമെങ്കിൽ, 4 ഗ്ലാസ് മദ്യത്തിന് ഒരു സഹോദരിയെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ, ദുഷ്പ്രവൃത്തി ചെയ്യിക്കാൻ കഴിയുമെങ്കിൽ, കുഞ്ഞുങ്ങളെ അടിക്കാൻ കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ, ഈ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വരുമ്പോൾ നിന്നെ ഏതെല്ലാം രീതിയിൽ എനിക്ക് മാറ്റാൻ കഴിയും. നിന്റെ നടപ്പ് മാറും, നിന്റെ സംസാരം മാറും, നിന്റെ ചിന്ത മാറും. കണ്ടോ? നമ്മൾ പോലും അറിയാതെ പരിശുദ്ധാത്മാവ് പലതും ചേഞ്ച് ചെയ്യും, പക്ഷെ എല്ലാം ചേഞ്ച് ആകത്തില്ല. അവിടെയാണ് ഗലാത്യലേഖനം 5:16 ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഈ അകത്ത് വന്ന അത്യന്ത ശക്തി നമ്മൾ പോലും അറിയാതെ ജന്മനാ നമ്മളിലുള്ള പലതിനെയും പറിച്ചു കളയും. അപ്പം വഴി കയറി വന്നത്, അമ്മ വഴി കയറി വന്നത്, ഇതെല്ലാം പരിശുദ്ധാത്മാവ് പറിച്ചു കളയും. സ്തോത്രം. വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരു മനുഷ്യൻ പിന്നെ അവനിൽ വ്യാപരിക്കുന്നത് യേശുവിൽ വ്യാപരിച്ചതാ. അല്ലാതെ എന്തെങ്കിലും വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വീണ്ടും ജനനം ശരിയല്ലെന്നാ ഞാൻ പറയുന്നല്ല, ദൈവവചനം പറയുന്ന. എൻ്റെ അപ്പന് ഭയങ്കര ദേഷ്യ പാസ്റ്ററെ. ആ ദേഷ്യം എനിക്കുമുണ്ട്. അച്ഛാ വീണ്ടും ഞാൻ പ്രാപിച്ചിട്ടില്ല, അതാ വിഷയം. സ്തോത്രം. അപ്പന്റെ ജീനും അപ്പന്റെ DNA-യുമാണ് നിന്നിൽ ഓടുന്നതെങ്കിൽ നീ ഇപ്പോഴും അതേ അപ്പന്റെ രീതിയിലാ പോകുന്നത്. നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജന്മം പ്രാപിക്കണം. അപ്പോഴീ സംഭവം വേരോടെ പറയും. ഇതൊക്കെയാ വേരോടെ പറിക്കുന്നത്, വേരോടെ പറിക്കുന്നത്. അല്ലാതെ മൊബൈൽ എടുത്തു വെച്ച് ആവശ്യമില്ലാത്ത വീഡിയോ കാണാൻ പോകുമ്പോൾ നിന്റെ കയ്യെ കയറി ദൈവാത്മാ പിടിക്കത്തില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പോകുമ്പോഴേ നിന്റെ കാലക്കറി പരിശുദ്ധാത്മാ പിടിക്കത്തില്ലെന്ന്. പരിശുദ്ധാത്മാവിന് ആ പരിപാടിയില്ല. പരിശുദ്ധാത്മാ വാണിംഗ് തരും, പിന്മാറിക്കോണം. നോ, നീ ആരാ നിനക്കറിയാമോ? നിനക്ക് പറ്റിയ സ്ഥലമല്ല, എഴുന്നേറ്റ് പോയിടുന്നത്. പരദൂഷണം പറയാൻ ഫോൺ എടുക്കുമ്പോൾ ദൈവാത്മാ പറയും, നോ, നീ ഇന്നലെ വരെ ജീവിച്ച പോലെ അല്ല. നോ, നിനക്കത് ആവശ്യമില്ല. ഇത് പറയുമ്പോ തിരിഞ്ഞു വന്നാൽ രക്ഷപ്പെട്ടു. അതിനനുസരിക്കാന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ പകയും പിണക്കവും ജാരസംഖ്യയും നൊന്തപക്ഷവും. 15 കൂട്ടം കാര്യം മലയാളത്തിലും 17 കൂട്ടം കാര്യം ഇംഗ്ലീഷും പറഞ്ഞിട്ടുണ്ട്. ഈ 15 കൂട്ടം കാര്യം നിന്റെ ശക്തി കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിച്ചെങ്കിൽ മാത്രമേ നിനക്ക് അസൂയില്ലാതാകത്തുള്ളൂ, നൊന്തപക്ഷമില്ലാതാകത്തുള്ളൂ. അതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഇടപെടിയിൽ നമ്മൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെടൽ നിർത്തും.
വീണ്ടും പാപത്തിൽ മുന്നോട്ട് പോകുകയെന്ന് വിചാരിച്ചു. വീണ്ടും പാപം ചെയ്ത് മുന്നോട്ട് പോകുക. പരിശുദ്ധാത്മാവ് വീണ്ടും വാണിങ്ങി തരും. വീണ്ടും പിന്മാറുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോകും. സ്തോത്രം. അങ്ങനെ ഉണ്ടായിട്ടില്ല പാസ്റ്റേ. കാര്യം ഞാൻ ഈ കുറേ പാപമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ 2020 പറഞ്ഞ അന്യഭാഷയേക്കാൾ കൂടുതലായിട്ട് വലിയ അന്യഭാഷ ഇപ്പം പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല, ഇച്ചിരി ശക്തിയും കൂടിയിട്ടുണ്ട് എനിക്ക്. പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയിട്ട് ദുരാത്മാവ് കയറി, നീ അറിഞ്ഞിട്ടില്ല. അത് അറിയണമെന്നുണ്ടെങ്കിൽ നീ പറയുന്ന അന്യഭാഷ തീർച്ചാൽ മതി. ദൈവവചനം അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ വിവേചനപരമൊക്കെ മനസ്സിലാകും നീ പറയുന്ന അന്യഭാഷ ഏതാന്നുള്ള കാര്യം. സ്തോത്രം. വെള്ള ഉടുപ്പിട്ടത് കൊണ്ടോ അന്യഭാഷ പറയുന്നത് കൊണ്ടോ ഒന്നും മേളിൽ നിന്നാകണമെന്ന് വിചാരിക്കണ്ട. മാവേലിക്കരയില് IPC ചർച്ചില് ഒരു വീട്ടില് ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്നെ വിളിച്ചു. 7 ദിവസത്തെ മീറ്റിംഗ് ആയിരുന്നു. 3 ദിവസം ഞാനും, അവസാനത്തെ ദിവസം 3 ദിവസം. ആദ്യത്തെ 4 ദിവസം വേറൊരു പാസ്റ്ററും ഭാര്യയാണ് വന്നത്. ഞാൻ ആ വ്യക്തിയുടെ പേര് പറയത്തില്ല, എൻ്റെ ആവശ്യമില്ല. തകർപ്പൻ ശുശ്രൂഷയായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രവചനം എന്ന് പറഞ്ഞാൽ എന്നാ പ്രവചനം അറിയാം. സ്തോത്രം. ഞാൻ അങ്ങോട്ട് രാവിലെ ചെന്നപ്പോൾ ഇവർ ബാഗ് കൊടുത്തുകൊണ്ട് പോകാൻ പോവാണ്. അപ്പോൾ എന്നെ കണ്ട് പരിചയപ്പെട്ടു. അപ്പച്ചൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. അപ്പച്ചൻ്റെ കൊച്ചുമോനാണല്ലോ. അപ്പച്ചനുള്ള ശുശ്രൂഷയൊക്കെ ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ ആ മീറ്റിങ്ങിന് അവിടെ ഇരുന്നു. അവർ പോയില്ല. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നോടൊന്ന് പറയാണ്, പാസ്റ്റർ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. ഞങ്ങൾ ചിന്തിക്കുന്നത് ഇനിയിപ്പം 3 ദിവസം ഉണ്ടല്ലോ, 3 ദിവസം അങ്ങ് കൂടിയാലോ എന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. താമസിക്കുന്ന വീട്ടുകാരുണ്ടല്ലോ അവരോടൊന്ന് സൂചിപ്പിച്ചേക്ക്. അവർ കേട്ടപ്പോൾ യോ പാസ്റ്ററേ വലിയ സന്തോഷം. ബാഗൊക്കെ പുള്ളി എടുത്തോണ്ട് പോയി അകത്തോട്ട്, മുറിക്കകത്തോട്ട് കയറിപ്പോയി. പോണ്ടെന്ന് പറഞ്ഞു, പിടിച്ചു കയറ്റി അകത്ത്. വലിയ സന്തോഷം. രാത്രിയിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്റർ ചില ദൈവീയ ആലോചന എന്നോട് അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു റെഡി, പറഞ്ഞോ കേൾക്കാം. ഇവിടെ വെച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പാസ്റ്റർ. പാസ്റ്റർ താമസിക്കുന്ന വീട്ടിലോട്ട് ഞങ്ങൾ രാവിലെ ഒന്ന് വരാം. ഇങ്ങോട്ട് വരുമല്ലോ, അപ്പം നമുക്ക് ഒന്നിച്ച് ഇങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ. വീട്ടുകാരനോട് ഞാൻ പറഞ്ഞു, അച്ഛാ വീട്ടിൽ വിട്ടേക്കണം രാവിലെ, അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുക്കാം പാസ്റ്റർക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തെ ഭാര്യയുടെ വീട്ടിലേക്ക് വന്നു. വൈഫ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊടുക്കാൻ കുറച്ച് പൈസ ഞാൻ കവറിലൊക്കെ ഇട്ട് പോക്കറ്റിൽ വെച്ചിരിക്കാം. ഇവർ വീട്ടിലോട്ട് വന്ന് കയറി. ഞാൻ സിറ്റ് ഔട്ടിൽ അദ്ദേഹത്തെ വർത്താനം. പുള്ളിയൊക്കെ ഭാര്യ അവിടെ ഇരിക്കുന്നു, വൈഫ് ചായ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. പുള്ളി ഉടനെ അന്യഭാഷ വന്നിട്ട് എൻ്റെ കാലിലോട്ട് കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ആത്മാവ് ആലോചന പറയുന്നു. പാലക്കാട്ട് നിന്നും വാളയാറിന് പോകുന്ന വഴി 13.5 ഏക്കർ സ്ഥലം ഞാൻ നിനക്ക് തരാൻ പോവാ. ഒരു സൈഡിൽ മെഗാ ചർച്ച്, ഇങ്ങേ സൈഡിൽ ബൈബിൾ കോളേജ്. പിന്നെ അന്യഭാഷ പറയാണ് അടുത്ത ദൂത് പറയാൻ വേണ്ടി. എന്നോട് കർത്താവ് പറഞ്ഞു സ്റ്റോപ്പ്, ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പാസ്റ്ററെ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആ പാലക്കാട്ടെ 13 ഏക്കർ സ്ഥലം വേണ്ട. ദൈവത്തിന്റെ ആലോചന നിന്ദിക്കുന്നു. ചാടി അങ്ങ് എഴുന്നേറ്റു. മാറി നമുക്ക് പോകാം. ഞാൻ പറഞ്ഞു പോകല്ലേ, ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി. എനിക്കൊരു ചായയും കാപ്പി നിങ്ങളുടെ വേണ്ട. ദൈവത്തിന്റെ ആലോചന നിന്ദിക്കുന്ന ആളെ എനിക്ക് കേൾക്കാൻ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഞാൻ പറഞ്ഞു ചായയെങ്കിലും കുടിക്കാൻ തയ്യാറാകുന്നില്ല. നിർബന്ധിച്ചു. എന്നാ പിന്നെ ഒരു കാര്യം പാസ്റ്റർ പ്രാർത്ഥിച്ചത്. ഇല്ല ഞാൻ പ്രാർത്ഥിക്കത്തില്ല. എന്തിനാ പ്രാർത്ഥിക്കുന്നതിന്? ദൈവത്തിന്റെ ആലോചന കേൾക്കാത്തൊരു പാസ്റ്റർ പ്രാർത്ഥന കേൾക്കാൻ ഇവിടെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. എന്നാ പിന്നെ ഓക്കെ, എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു വിട്ടേക്കട്ടെ. എന്നാ പാസ്റ്റർ പ്രാർത്ഥിച്ചു. ഞാൻ എന്റെ കർത്താവ് സ്വർഗത്തിലും ഭൂമിക്കും നാഥനായവനും സകലത്തിന്റെ ഉടയവനായ യേശുവിന്റെ നാമത്തിൽ ഇവരിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തി ഇവിടെ അഴിയട്ടെ എന്ന് പറഞ്ഞ നിമിഷം 4 ദിവസം കത്രികയും പച്ചനെ പോലെ പ്രവചിച്ച സഹോദരി മുടി അഴിച്ചിട്ട് നിനക്കെന്നെ തെരിയാതെ. ഞാൻ പറഞ്ഞു എനിക്ക് തെരിയും നീ ആരാന്ന്. അടുത്ത നിമിഷം ആ മനുഷ്യൻ ഇറങ്ങി ഓടി. എനിക്കൊരു ഭാര്യ 3 കുഞ്ഞുങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഒന്നിനോട് തന്നിട്ട് പുള്ളി ഓടി. ഞാൻ പറഞ്ഞു ഇവളെ പിടിച്ചകത്ത് കയറ്റാൻ പറഞ്ഞു. പിടിച്ചകത്ത് കയറ്റി 40 ഭൂതം, പരസംഗം ഉൾപ്പെടെ 40 ഭൂതം വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയെ കൊണ്ട് ഇവർ ഉപവാസ പ്രാർത്ഥന പ്രസംഗിക്കാൻ വന്നിരിക്കുന്നത്. ബോംബെയിലെ ബ്ലാക്ക് മാജിക്കിൻ്റെ അണ്ടറിൽ കിടക്കുന്നവരെ ഇവർ എന്ന് പറഞ്ഞാൽ ഇവർ കൈവച്ചാൽ ദുരാത്മാവ് കയറും, ഇവർ കൈവച്ചാൽ രോഗബന്ധനങ്ങൾ കയറും, ഇവർ കൈവച്ചാൽ പൈശാചിക അണ്ടറിലേക്ക് പോകും. നിന്നിൽ ആത്മാവ് വ്യാപരിക്കുന്നില്ലെങ്കിൽ
ആ കുടുംബത്തെ നശിപ്പിച്ചിട്ട് അവർ പോയെ. ഇവർ പ്രാർത്ഥന നടത്തിയ കുടുംബത്തെ. അത് കഴിഞ്ഞിട്ട് പിന്നെ 7 ദിവസം കൂടെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടി വന്നു അവരെ പുറത്തു കൊണ്ടുവരാൻ. ഇവർ രണ്ടുകൂടെ കാണിച്ച പരിപാടിയാ. ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന മോടെ ചെവി പോയി പറഞ്ഞു കൊടുത്തു, നിന്റെ കല്യാണം ഇവർ നടത്തത്തില്ല, നിന്റെ ശമ്പളം മേടിച്ച് നിന്നെ ഇവിടെ ഇട്ടേക്കും. അവിടെ ഡിപ്രഷൻ കയറ്റി കൈവച്ച് MBA കഴിച്ച് മോനോട് പറഞ്ഞു, എടാ നീ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നിന്റെ ജീവിതം കൊടുങ്ങും, പൊയ്ക്കോളാൻ പറഞ്ഞു. അവനോടും ഡിപ്രഷൻ ഇട്ട് കൊടുത്തു. ഇവർ കൈ വെക്കുമ്പോൾ ഡിപ്രഷൻ കയറുക. ഭാര്യയുടെ ചെവി പോയി പറഞ്ഞു കൊടുത്തു, ഇവർക്ക് ബിസിനസ്സാണ്, അച്ഛൻ ബിസിനസ് കഴിഞ്ഞ് ലേറ്റായിട്ടാണോ വരുന്നത്. പുള്ളിക്കാരി ചിന്തിച്ചു, ചില സമയത്ത് 7:30 ആവും. ചില റിലേഷൻ ഉണ്ട് അവിടെ. തീർന്നില്ല. പുള്ളിക്കാരൻ്റെ ചെവി പോയി ആ കള്ളപ്രവാചകം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, അമ്മ കിച്ചൻ്റെ സൈഡിൽ നിന്ന് അങ്ങോട്ട് നോക്കി നിൽക്കാറുണ്ടോ? പുള്ളി പറഞ്ഞു, ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്. അവിടെ ചില കണക്ഷൻസ് ഉണ്ട്. മൊത്തത്തിൽ ആ കുടുംബത്തെ നശിപ്പിച്ചു. 8-ാം ദിവസം ചെറുക്കൻ നാട് വിട്ടുപോയി. മോള് ഡിപ്രഷൻ വായിച്ച് വീട്ടിൽ കുത്തിയിരിക്കുന്നു, പോകുന്നില്ല. അദ്ദേഹം വന്ന് മനസ്സ് ഭാരത്തോടു കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്ത് മോനെ കാണുന്നില്ല. ഉടൻ തന്നെ അദ്ദേഹം പോയി ഓഫീസ് തുറക്കണമല്ലോ. അദ്ദേഹം ഓഫീസ് തുറന്നപ്പോൾ 10:30 പോലീസ് സ്റ്റേഷനിൽ കോൾ വന്നു, എത്ര പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ ഹാജരാൻ പറഞ്ഞു. അവർക്ക് പോലീസ് സ്റ്റേഷൻ ഓടിയെത്തി. ചെന്നപ്പോൾ പോലീസ് ചോദിച്ചു, നിനക്ക് ആ പുറത്തിരിക്കുന്ന ആളിനെ അറിയാമെന്ന് ചോദിച്ചു. പുള്ളി നോക്കിയപ്പോഴുള്ള ഭാര്യ, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? അതവർ പറയും. എന്തുവാണ് ഈ വിഷയം? അതവർ പറയും. ചുരുക്കം പറഞ്ഞാൽ അവർ കേസ് കൊടുത്തിരിക്കുക, ഭർത്താവിന് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പോലീസുകാർ ചോദിച്ചു, തെളിവെന്താ? ഇന്നലെ ദൈവാത്മാവ് ആ സഹോദരി കൂടെ വ്യക്തമായി എന്നോട്ട് പറഞ്ഞു. കൊടുത്തു ലേഡീസ് പോലീസ് ഒരു അടി, ഇറങ്ങി പുറത്തു പോടിയെന്ന് പറഞ്ഞു. മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പുഷ്പര ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു 2 വർഷം. ആര് കൈവച്ചെന്നറിയാമോ? ദുരാത്മാവ് വ്യാപരിച്ചൊരു ശക്തി കൈവച്ചപ്പോൾ അവിടെ മെൻ്റൽ പ്രോബ്ലമിലേക്ക് മാറി. ദൈവഹിതമല്ലാത്ത ഒന്നിനെ വീട്ടിൽ വിളിച്ച് കയറ്റരുത്. നിങ്ങൾക്ക് വേണ്ടി ഞരങ്ങുന്ന, നിങ്ങൾക്ക് വേണ്ടി കരയുന്ന ഒരു ഇടയൻ ഇവിടെ ഉള്ളപ്പോൾ ആ ഇടയൻ അറിയാതെ വേറെ വാതിൽ വഴി ഒരുത്തനെ അകത്ത് കയറ്റരുത്. കയറ്റിയാൽ പണി കിട്ടും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നൊന്നും വാക്ക് പറയത്തില്ല. ഓർത്തെങ്കിൽ പ്രാർത്ഥിക്കും. ഞാൻ ഒരു ഗസ്റ്റ് പാസ്റ്റർ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി രാവും പകലുമില്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരു ഇടയനുണ്ട്. ആ ഇടയന്റെ വേദന മറ്റൊരാക്കില്ല. നിങ്ങൾ ചിന്തിക്കരുത്, പ്രവചനം കേൾക്കുമ്പോൾ ഒന്ന് ചാടി വീടരുത്. പൈശാചിക ശക്തിക്ക് നല്ലപോലെ കാര്യം അറിയാം. അവര് പറയും. അത് കണ്ടോണ്ട് തല കുനിച്ച് കൊടുക്കരുത്. ഈവിൾ സ്പിരിറ്റ് കയറും നിന്നിൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അന്യഭാഷ പറയുന്നുണ്ടോ, പ്രവചനം പറയുന്നുണ്ടോ ദൈവത്തിൽ ചിന്തിക്കരുത്. മളങ്കളം ഫലം കൊണ്ട് തിരിച്ചറിയണം. ഇവൻ ഏതാണ്, ഇവളേതാണ്. അതിന് ആത്മാവിനെ അകത്ത് തന്നിരിക്കുന്നത്. കൈകൊട്ടി അന്യഭാഷ പറയാൻ മാത്രമല്ല, കൈകൊട്ടി പാടാൻ വേണ്ടി മാത്രമല്ല. ഈ അഭിഷേകത്തിന്റെ ശക്തി ഇട്ടിരിക്കുന്നത് തിരിച്ചറിയണം. മുന്നിൽ നിൽക്കുന്നതിനെ തിരിച്ചറിയണം. സ്തോത്രം. ദൈവമക്കളെ, അതൊന്നും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ശിശുക്കളായി കിടക്കുക. മച്യൂരിറ്റിയിലേക്ക് വരട്ടെ, ശിഷ്യത്വത്തിലേക്ക് വരട്ടെ. അതിനാണ് ഈ ആത്മാവിനെ പകർന്നിരിക്കുന്നത്. എന്തിനാ? ആത്മീയമായി വളരാൻ, ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെല്ലാം ചിന്തിക്കുന്നത് നമ്മൾ അങ്ങ് വളർന്നങ്ങ് അറ്റമായെന്ന. നമ്മുടെ വളർച്ച അറിയാൻ ഒറ്റ സ്കെയിലോട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്തിനെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? എപ്പോഴും ശിശുക്കളാണ്. മനസ്സിലായി പറഞ്ഞു? നിങ്ങൾ എന്തിനെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? ദൈവത്തെ അല്ലാതെ. ഇപ്പോഴും ശിശുക്കളാണ്. അതെന്താ? ശിശുവാണ് പേടിക്കുന്നത്. അയ്യോ പാറ്റ, അയ്യോ പട്ടി, അയ്യോ പൂച്ച, അമ്മേ എനിക്ക് പെൻസിൽ വേണം, അമ്മേ എനിക്ക് ചോറ് വേണം. ധാരാ ശിശുക്കളാ. കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവ് എങ്ങനെ ജീവിച്ചോ അതേപോലെ ജീവിക്കാനാ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. അല്ലാതെ പേടിച്ചു ഭയപ്പെട്ട് അല്ല ഇരിക്കാനല്ല. നീ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവനാണെങ്കിൽ നീ ദൈവത്തിന്റെ മന്ദിരമാ. നിന്നെ കാണുമ്പോ പിശാചുക്കൾ ഓടുവന്ന്. ഓ, അച്ചായന്മാരുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് എനിക്കങ്ങ് വിഷമം വരുന്നു. സഹോദരിമാർക്ക് വേണ്ടി മാത്രമുള്ളതാണോ ഈ ആത്മാവ്? സ്തോത്രം.
ഇങ്ങനെ ഇരുന്നാൽ കുഴപ്പമെന്നറിയാവോ? തീ കത്താത്ത അടുപ്പിനകത്ത് എലിയും പാറ്റായും പൂച്ചയും പഴുതാരും കയറിയിരിക്കും. പക്ഷെ തീ കത്തുന്ന അടുപ്പിൽ കയറത്തില്ല കേട്ടോ. നിങ്ങൾ ഒരു കാര്യം നാണിക്കണ്ട. ദാവീദ് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി നിന്ന് മുട്ടുമ്പേ നിന്ന് ആരാധിച്ചെങ്കിൽ, അവൻ നൃത്തം ചെയ്ത് ആരാധിച്ചെങ്കിൽ, അച്ഛാ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ദൈവത്തിന് വിഷയമല്ല. നീ ആത്മാവിൽ ആരാധിച്ചുണ്ടല്ലോ, നിന്റെ ഹാർട്ടിന്റെ ബ്ലോക്ക് പോകും. നീ ആത്മാവിൽ ആരാധിച്ചാൽ നിന്റെ ബ്ലഡിലെ റേഡിയേഷൻ ആവശ്യം വരത്തില്ല. അതിന്റെ രോഗാണുക്കൾ കരിഞ്ഞു പോകുന്നു. സ്തോത്രം. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മൾ ആരെന്നുള്ള വിഷയമല്ലെന്ന്. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. കാലം ദൈവത്തിന് വിഷയമല്ല. നമുക്കാണ് 2023, 2024, 2025. ദൈവത്തിന് ഇങ്ങനൊന്നുമില്ല. വർഷങ്ങൾ മാറും, മണിക്കൂറുകൾ മാറും. നീ എങ്ങനെ ഇരിക്കുന്നു, നീ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ ഇരിക്കുന്നു, അവിടെയാ ദൈവപ്രവൃത്തി. സ്തോത്രം. നമ്മുടെ ക്വാളിഫിക്കേഷൻ ദൈവത്തിന് വിഷയമല്ല. സ്തോത്രം. ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കും. നിന്നോട് പറയാം, ദൈവാത്മാ പറയാൻ ഉപയോഗിക്കും. നിന്നെ റെഡിയാണെങ്കിൽ കർത്താവ് തന്നെ ഉപയോഗിക്കും. നിന്റെ അകത്തൊരു തീ കർത്താവ് ഇട്ടിട്ടുണ്ട്. നീ ഏറ്റെടുത്തു, കർത്താവ് അത്ഭുതം ചെയ്യും. കത്തണം. രാത്രി ഇരുന്ന് ഊതി കത്തിക്കണം. അത് നീ ഇരിക്കുന്ന ഏത് ക്വാളിഫിക്കേഷൻ മേളിൽ പോയാലും നിന്റെ അകത്ത് ആ തീ അതിന്റെ കൂടെ കത്തി പൊങ്ങുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ കർത്താവ് തന്നെ ഉപയോഗിക്കും. മറന്നു പോകരുത്. ദൈവാത്മാവ് ആലോചന പറയുക. നിന്റെ മേൽ ദൈവത്തിന്റെ സൃഷ്ടിയുണ്ട്. നിന്നെ തകർത്തു കളയാൻ ദുഷ്ടപിശ പലവട്ടം ആലോചന നോക്കിയതാ. അവൻ പരിപാടി ഒരുക്കിയതാ ഇല്ലാതാക്കാൻ, മണ്ണോട് മണ്ണ് ചേർക്കാൻ. പക്ഷെ ഞാൻ നിന്നെ ഭൂമിയിലാക്കി വെച്ച് എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ അന്യഭാഷ പറഞ്ഞിരിക്കരുത്. അന്യഭാഷ പറഞ്ഞു, കൈയടിച്ചോ. പക്ഷെ ആത്മാവ് വരുമ്പോൾ ശക്തി വരും. ഈ ശക്തി എന്തിനെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അതിനൊക്കെ ദൈവാത്മാവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ഫാൻ മാത്രം കറക്കുന്നവർ കൈപൊക്കേക്ക്. ഇലക്ട്രിസിറ്റി കൊണ്ട് ഫാൻ മാത്രം കറക്കുന്നവർ ആരുമില്ല. ഉണ്ടോ? ഇല്ല. നമ്മളതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അത്യന്ത ശക്തി കൊണ്ട് നമ്മൾ ആകെപ്പാടെ ചെയ്യുന്നത് ഗ്ലോറി 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 ഹല്ലേലൂയ. കഴിഞ്ഞു പോയി, വീട്ടിൽ പോയി. 220 വോൾട്ട് കറണ്ട് കൊണ്ട് നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്നില്ലേ? AC പ്രവർത്തിക്കുന്നില്ലേ? ഓവൻ പ്രവർത്തിക്കുന്നില്ലേ? മോട്ടോർ പ്രവർത്തിക്കുന്നില്ലേ? എടാ, 220 വോൾട്ടേജ് പവർ കൊണ്ട് എന്തെല്ലാം കാര്യം അവിടെ ചെയ്യുന്നു. നിന്റെ അകത്ത് ആത്മാവിന്റെ ശക്തി എന്നറിയാമോ? നിന്റെ മേൽ ഒരു വലിയ കൃപാവരത്തിന് ജ്വലനമുണ്ട്. നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ആയിരക്കണക്കിന് ആൾക്കാര് പുറത്തു കൊണ്ടുവരാനുള്ള അഭിഷേകം. ഒരുത്തൻ അധികാരപത്രം മേടിച്ച് വരിക കൊല്ലാൻ. ആരെ കൊല്ലാൻ? ദൈവത്തോട് നിൽക്കുന്നതിനെ കൊല്ലാൻ. ദൈവം അവനെ അടിച്ച് അവിടെ ഇട്ടിട്ടെ അവനിൽ പുകഴാനുള്ളതിനെല്ലാം എടുത്ത് പുറത്താക്കി. എന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ അങ്ങോട്ട് നിറച്ചു കഴിഞ്ഞിട്ടും പുള്ളിക്കൊരു ഇളക്കമുണ്ട്. നമുക്കും ഉണ്ടല്ലോ. ഞാൻ ആരാന്നറിയാവോ? ഞാനവിടെ ദുബൈയിലെ വലിയ ബിസിനസ്സുകാരനായിരുന്നു. ഞാൻ വലിയ പുള്ളിയായിരുന്നു എന്നൊക്കെ പൗലോസും പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷെ മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മീയ വളർച്ച നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോസ്തലന്മാർ ഒട്ടും കുറവുള്ളല്ലെന്ന് പറഞ്ഞവൻ, ഞാൻ പാപിയിൽ ഒന്നാമൻ, എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു പ്രാപ്തിയില്ല, ഞാൻ സകലതും ചവറന്നുണ്ടല്ലോ. ആദ്യം ചിലത് പുകഴാനുണ്ടായിരുന്നു, പക്ഷെ അവസാനം പറയാ ഞാൻ സകലതും ചവറന്നുണ്ണുന്നു. എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന് അവനെ കിട്ടുക. പരിശുദ്ധാത്മാവിനെ കൺട്രോൾ ഏറ്റെടുത്തിരിക്കുക. നിന്റെ ദേഹി ആത്മാവ് മുഴുവനായി പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുമ്പോൾ നിന്റെ ചിന്ത മാറും, നിന്റെ വിചാരം മാറും, നിന്റെ സംസാരം മാറും, നിന്റെ നോട്ടം മാറും. ദൈവമക്കളെ, ഞാൻ പറഞ്ഞില്ലേ, കൈകൊട്ടി മാത്രം ഇരിക്കുക പോരാ. നിങ്ങളെ ഒന്ന് വിട്ടുകൊടുത്ത്, കർത്താവേ എന്റെ ദേഹി ഒന്ന് കൺട്രോൾ ചെയ്യണമേ, എന്റെ ദേഹത്തെ ഒന്ന് കൺട്രോൾ ചെയ്യണമേ, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഈ പരിശുദ്ധാത്മ പൂർണ്ണൻ എന്നൊക്കെ പറഞ്ഞ ഇതാണ്. നമ്മളങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ചിന്തകളെ പരിശുദ്ധാത്മ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തികളെ പരിശുദ്ധാത്മ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ഇന്നലെ വരെ നമ്മൾ ഹുങ്കാട്ട് പറഞ്ഞെങ്കിൽ ആ ഹുങ്കെല്ലാം തകരും. നമ്മൾ ആവശ്യമില്ലാത്ത ഇന്നലെ വരെ ചിന്തിച്ചെങ്കിൽ നമ്മുടെ ചിന്താ മണ്ഡലത്തെ പരിശുദ്ധാത്മ ബ്ലോക്ക് ചെയ്തിട്ട് ദൈവിക കാര്യങ്ങൾ, ഉയരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും.
ഞാൻ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, നിങ്ങൾ എന്നും എന്നും ശക്തി പ്രാപിക്കുന്നവരായി മാറാതെ നാളത്തെ കർത്താവിന്റെ ദാസം വരുമ്പോൾ ഇച്ചൂടൊന്ന് ശക്തി പ്രാപിക്കണം. അങ്ങനല്ല, ഈ അത്യന്ത ശക്തി നിങ്ങളെ റൺവേയിൽ ഓടിക്കുന്ന ഫ്ലൈറ്റിനെ പോലെ നിങ്ങളുടെ അകത്തൊരു ധൈര്യം വ്യാപരിക്കണം. തൊടാൻ പറ്റത്തില്ല എന്നെ, ഞാൻ ആരാന്നറിയാമോ? എന്നെ തൊടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു, എന്നെ തൊടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവത്തിന്റെ ദാസോട് പറയുക, ഷുഗർ ഇനി 1000 ആകട്ടെ, തൊടാൻ പറ്റത്തില്ല. നാം കൊണ്ട് പറഞ്ഞോളാം, എന്നെ തൊടാൻ പറ്റത്തില്ല. എടാ, നീ എത്ര വെള്ളം കയറ്റിക്കോ, എനിക്ക് നിശ്ചയിച്ച ആയുസ് വരെ ഞാൻ ജീവിക്കും. തൊടാൻ പറ്റത്തില്ല. സ്തോത്രം. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം ഭയപ്പെടുത്തുക എന്നുള്ളത്. ഭയം മാറണം, മരണഭയം മാറണം. മരണഭയം മാറിയ പിന്നെ എന്തുകൊണ്ട് പേടിപ്പിക്കാൻ പറ്റും നിങ്ങളെ? മരണഭയം മാറിയ പിന്നെ എന്തുകൊണ്ട് പേടിപ്പിക്കാൻ പറ്റും? ചാവാൻ പേടിയില്ലാത്തവരെ നിങ്ങൾക്ക് എങ്ങനെ പേടിപ്പിക്കാൻ പറ്റും? പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം ശവപ്പെട്ടി കാണിച്ച് പേടിപ്പിക്കുക. എന്നോട് ഒരു അമ്മാമ്മ വിളിച്ചിട്ട് രാവിലെ പറയാം, പാസ്റ്റർ പ്രത്യേകം പ്രാർത്ഥിക്കണം, ഞാൻ ഇന്ന് രാത്രി ശവപ്പെട്ടി കണ്ടെന്ന്. ഞാൻ പറഞ്ഞു, 1 ആണോ 2 ആണോ? കറുത്ത ശവപ്പെട്ടിയാണ്. അതിന് പാസ്റ്റർ ഭയങ്കര വിഷമമായി, രാത്രി ഉറങ്ങാൻ പറ്റിയില്ല, ശവപ്പെട്ടിയാണ് ഞാൻ കണ്ടത്. ഞാൻ പറഞ്ഞു, എന്താ പറ്റിയ മാമേ? പാസ്റ്റർ എനിക്കൊരു ഭീതി ശവപ്പെട്ടി കണ്ടപ്പം. ഞാൻ പറഞ്ഞു, ഞാൻ കാണിച്ചപ്പോൾ തന്നെ പിശാച് പറയാൻ, എടാ നീ ശവപ്പെട്ടി കാണിച്ച് എന്നെ പേടിപ്പിക്കണ്ട, ഞാൻ മരിച്ച ക്രിസ്തുവിന് കൂടെ ജീവിച്ചാലും ക്രിസ്തുവിന് കൂടെ. നീ പോയി പണി നോക്ക്, നീ പോയി പണി നോക്ക്. നിനക്കെന്നെ പേടിപ്പിക്കാൻ പറ്റത്തില്ല. ശവപ്പെട്ടി കണ്ടാ പേടിക്കുന്നവനല്ല ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ദൈവം ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, അത് തന്നെ നടക്കത്തുള്ളൂ. ആമേൻ. ഓ, താങ്ക് യു ജീസസ്. ദയവായി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. ആ രക്തസ്രാവക്കാരിയായ സഹോദരി നടക്കാൻ വയ്യാഞ്ഞിട്ടും ആരും കൂടില്ലാഞ്ഞിട്ടും ഞാൻ ചിന്തിക്കുന്നു, ആ സഹോദരി പലവട്ടം വീണ് കാണും. നിങ്ങൾക്ക് ആ സഹോദരിയുടെ ശാരീരിക അവസ്ഥ അറിയാമോ? നിങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഛർദ്ദിച്ചാൽ നിങ്ങളുടെ ശരീരം ബലഹീനമാവുമോ? ഒരാഴ്ച നിങ്ങൾ ഛർദ്ദിച്ചാൽ നിങ്ങളുടെ ശരീരം ബലഹീനമാവുമോ? ആ സഹോദരി 12 വർഷമായിട്ട് സഹോദരി ശരീരത്തിൽ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥൂലിച്ചൊരു ശരീരമായിരിക്കാം, എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ ആ സഹോദരി വീട് വിട്ടിറങ്ങി. സ്തോത്രം. വീട് വിട്ടിറങ്ങി. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നത് യേശുവിനെ വന്ന് തൊട്ടപ്പ സൗഖ്യമായെന്നാ. ഞാൻ ചിന്തിക്കുന്നു, അവൾ വരുന്ന വഴിയിൽ അവൾ ശരീരം നടക്കാൻ വയ്യാതെ അവിടെ കുഴഞ്ഞു വീണിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതി വായിച്ചേനുമായിരുന്നു, അവൾ സൗഖ്യത്തിന് വേണ്ടി ഇറങ്ങി, വഴിയിൽ കുഴഞ്ഞു വീണു, യേശു അവളെ സൗഖ്യമായി എഴുന്നേറ്റ് അവൾ മടങ്ങിപ്പോയി എന്ന് നമ്മൾ വായിച്ചേനാമായിരുന്നു. ബിക്കോസ് നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിന്നെ കാണുന്നൊരു ദൈവം. ഓ ഹല്ലേലൂയ. പല വിടുതലും തടസ്സമാക്കുന്ന കാര്യം എന്നറിയാമോ? നീ ഉഴപ്പുന്നത് കൊണ്ടാ. നിന്റെ വീട്ടിൽ നിന്ന് നീ ഉദാസീനോട് ഇറങ്ങിയാൽ ദൈവം ഉഴപ്പും കേട്ടോ. നിന്റെ വീട്ടിൽ നിന്ന് ആങ്ങി തൂങ്ങി ഇറങ്ങിയാൽ ദൈവം ഉഴപ്പും കേട്ടോ. നേരത്തെ എത്താൻ സമയം ഉണ്ടായിട്ടും നേരത്തെ വരാതെ ഉഴപ്പിയാൽ ദൈവം ഉഴപ്പും. ആ സഹോദരി അവിടെ നിന്നിറങ്ങി യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടു. ഞാൻ ദൈവാത്മാ വിളിച്ചു പറയാ, ഇന്ന് യേശു ഇതിന്റെ അകത്തുണ്ട്. ആ വസ്ത്രത്തെ വിശ്വാസം തൊടാൻ ആഗ്രഹമുണ്ടോ? തൊടുന്ന സമയം തന്നെ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും. അത് ഷോക്ക് അടിക്കുന്നത് പോലെ ദൈവസ്ഥാനത്ത് വ്യാപരിച്ചിറങ്ങും. അങ്ങനെ തൊടാൻ ആഗ്രഹമുള്ളവർ ഓടി മുന്നോട്ട് വരാം. യേശു മടിച്ചു നിൽക്കുന്ന അവിടെ നിന്നോ, ആരും വരണ്ട. തൊടാൻ ആഗ്രഹമുള്ളവർ മാത്രം വന്നാൽ മതി. ചിന്നമ്മാമ വരുന്നത് കണ്ടോണ്ട് മറിയാമ്മാമ വരണ്ട. മറിയാമ്മാമ വരുന്നതുകൊണ്ട് ചാക്കോച്ചാൻ വരണ്ട. ചാക്കോച്ചാൻ വരുന്നത് കണ്ടോണ്ട് തോമാച്ചായൻ വരണ്ട. നീ വിശ്വസിച്ച് യേശുവിനെ തൊടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുകയാണ്. നിങ്ങളെ എന്ത് രോഗമായിക്കോട്ടെ,
ഏത് വലിയ പ്രശ്നമായിക്കോട്ടെ, ഞാനല്ല നിങ്ങളെ തൊടുന്നത്, യേശു നിങ്ങളെ തൊടാൻ പോകുന്നു. നിങ്ങൾ യേശുവിനെ സ്പർശിക്കുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മൈൻഡിൽ വ്യാപരിക്കുന്ന ഡിപ്രഷൻസ് വേരോടെ പറഞ്ഞു പോകുന്നു. നിങ്ങളെ അലട്ടുന്ന രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുക. Oh yes. ഈ കുഞ്ഞുങ്ങളുടെ തലയെ കർത്താവ് സ്പർശിക്കുന്നു. ഈ തലച്ചോറിനെ എംപ്റ്റി ആക്കുക യേശുവിന്റെ നാമത്തിൽ. തലയ്ക്കകത്ത് വ്യാപരിച്ചു നിൽക്കുന്ന ദുഷ്ടപിശാചിന്റെ സകല ആക്ടിവിറ്റീസും യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ തലച്ചോറിനൊക്കെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം ഈ തലച്ചോറിനെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം ഈ തലച്ചോറിൽ വ്യാപരിക്കുന്നു. യേശുവിന്റെ രക്തം ഈ തലച്ചോറിൽ വ്യാപരിക്കുന്നു. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം ഈ തലച്ചോറിനകത്തോട് വ്യാപരിക്കുക. യേശുവിന്റെ രക്തം ഇവന്റെ തലച്ചോറിനെ ഫുള്ളാക്കിയിരിക്കുന്ന ദുഷ്ടപിശാചിന്റെ ആക്ടിവിറ്റീസ് യേശുവിന്റെ നാമത്തിൽ റിമൂവ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ തലച്ചോറിലേക്ക് ദൈവസാന്നിധ്യം വ്യാപരിക്കുന്നു. യേശുവിന്റെ രക്തം ഈ തലച്ചോറിനെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം ഈ തലച്ചോറിനെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം തലച്ചോറിനെ ശുദ്ധീകരിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ കൈവെക്കുമ്പോൾ, വിശ്വാസത്തോടെ ഈ കുഞ്ഞിന്റെ തലയ്ക്കകത്ത് ദൈവസാന്നിധ്യം വ്യാപരിക്കുന്നു. യേശുവിന്റെ രക്തം വ്യാപരിച്ചിറങ്ങുക. ഇവന്റെ തലച്ചോറിനൊക്കെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രക്തം ഈ തലച്ചോറിനകത്ത് വ്യാപരിച്ചിറങ്ങുന്നു. ഇവന്റെ തലച്ചോറിനെ ബന്ധിച്ച ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നു. യേശുവിന്റെ രക്തം ഇവനെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇപ്പൊ തന്റെ ഹൃദയത്തിന്റെ വാൽവിനകത്തോട്ട് ദൈവസാന്നിധ്യം വ്യാപരിക്കുക. ഹൃദയത്തിന്റെ വാൽവിനകത്ത് ദൈവസാന്നിധ്യം വ്യാപരിക്കുന്നു. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം വ്യാപരിക്കുന്നു. യേശുവിന്റെ രക്തം വ്യാപരിക്കുന്നു. ദൈവസാന്നിധ്യം ഈ ഹൃദയത്തിനകത്തോട് വ്യാപരിക്കുന്നു. ഇവിടെ ഹൃദയത്തിന്റെ വാൽവുകൾ ബ്ലോക്ക് ആയിരിക്കുന്ന അനവധി പേരെ ദൈവമാ കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. യേശുവിന്റെ രക്തം ഈ ശരീരത്തിലേക്ക് വ്യാപരിക്കുക. The power of God is moving. The power of God is moving. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം ഹൃദയത്തെ സ്പർശിക്കുന്നു, ഹൃദയത്തെ സ്പർശിക്കുന്നു. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. കർത്താവേ, അവിടുത്തെ അദൃശ്യമായ കരം തുറന്നതിനായി സ്തോത്രം. ഈ വാൽവിനകത്തോട് ദൈവസാന്നിധ്യം വ്യാപരിക്കുന്നു. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. കർത്താവേ, അവിടുന്ന് ശുദ്ധീകരിച്ചതിനായി സ്തോത്രം. അവിടുന്ന് ശുദ്ധീകരിച്ചതിനായി സ്തോത്രം. അവിടുന്ന് ശുദ്ധീകരിച്ചതിനായി സ്തോത്രം. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. രോഗികൾ സൗഖ്യമാകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. നിങ്ങൾ തന്നെ സൗഖ്യം ഏറ്റെടുക്കുകയാണ്. യേശുവിനെ തൊടുക, യേശുവിനെ തൊടുക, യേശുവിനെ തൊടുക. യേശുവിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. യേശുവിനെ തൊടുക. അമ്മാമ യേശുവിനെ തൊടേ, യേശുവിനെ തൊടേ. The name of Jesus. യേശുവിനെ തൊടേ, യേശുവിനെ തൊടേ. യേശുവിനെ തൊടേ, യേശുവിനെ തൊടേ, യേശുവിനെ തൊടേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സകല രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. ഈ ശരീരത്തെ കെട്ടിയിരിക്കുന്ന സകല രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ, in the name of Jesus, you are healed in the name of Jesus. ആത്മാവിൽ ആരാധിക്കാം, ആത്മാവിൽ ആരാധിക്കാം. ആത്മസന്തോഷം കൊണ്ടു നിറക്കണ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറക്കണ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറക്കണേ നാഥാ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം
കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ ല്ലോ ശരണമതന്റെ വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരന് തിരുകൃപയല്ലോ ശരണമതന്റെ വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരന് ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ധരയിൽ പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറക്കണേ നാദാ ശക്തി ചെറുപണമോ പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറക്കണേ നാദാ ശക്തരായി ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ധരയിൽ ഓ മായയായി ലോകം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ തിരുരാജ്യം ചേരാൻ മായയാമി ലോകം തരു സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ തിരുരാജ്യം ഓ ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക ഓ ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക ഓ ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ധരയിൽ ഓ കുശവന്റെ കയ്യിൽ കളിമണ്ണു പോലെ പണിയുക പരനെ തിരുഹീരം ചെറുപണമോ കുശവന്റെ കയ്യിൽ കളിമണ്ണു പോലെ പണിയുക പരനെ തിരുഗീതം പോലെ കുശവന്റെ കയ്യിൽ കളിമണ്ണു പോലെ പണിയുക പരനെ തിരുഹിതം പോലെ കുശവന്റെ കയ്യിൽ കളിമണ്ണു പോലെ പണിയുക പരനെ തിരുഹിതം പോലെ ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക ഓ ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ധര ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പക ഓ ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറക്കണേ നാദാ ശക്തരായി തീരാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറക്കണേ നാദാ ശക്തരായി തീരാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറക്കണേ നാദാ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറക്കണേ നാദാ ശക്തരായി തീരാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറക്കണേ നാദാ ശക്തരായി തീരാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറക്കണേ നാദാ ശക്തരായി തീരാൻ ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ധരയിൽ ഓ ജയത്തോടെ ജീവിതം
ആത്മസന്തോഷം ആത്മസന്തോഷം കൊണ്ടു നിറക്കേണ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ആത്മസന്തോഷം കൊണ്ടു നിറക്കേണ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ഓ ജയത്തോടെ ജീവിതം ധാര ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം പരിശുദ്ധമാവേ പരിശുദ്ധമാവി ശക്തിയാലെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ശക്തികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ആരാധനയിൽ നിങ്ങൾ ഇവിടെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ വീടിനകത്തോട്ട് സ്വർഗത്തിലെ തീ കയറിക്കൊണ്ടിരിക്കുക. സ്വർഗത്തിലെ തീ കയറുക. വീടിനകത്ത് സ്വർഗത്തിലെ അത്യന്ത ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ തീ നിന്നെ ഇതുവരെ കെട്ടിയിട്ടിരുന്ന, നിന്നെ ബന്ധിച്ചിരുന്ന, നിന്നെ ഭയപ്പെടുത്തിയിരുന്ന ആ ദുരാത്മാവിന്റെ മന്ത്രങ്ങളെ വേരോടെ പറിച്ചു കളയും. വേരോടെ പറയുന്നു. രോഗത്തിന്റെ അണുക്കൾ കരിഞ്ഞു പോകുന്നു. രോഗാണുക്കൾ കരിയുന്നു. ഡിപ്രഷൻ മാറിപ്പോകുന്നു. ഭയം മാറിപ്പോകുന്നു. കുടുംബത്തിനകത്തെ ഛിദ്രതകൾ മാറുന്നു. കുടുംബത്തിനകത്തെ ഛിദ്രതകൾ യേശുവിന്റെ നാമത്തിൽ കുടുംബത്തെ ഛിദ്രതകൾ മാറുന്നു. കുടുംബത്തെ ഛിദ്രതകൾ മാറിപ്പോകുന്നു. ഇന്ന് പുറത്തു പറ്റാ. ഇന്ന് പുറത്തു പറ്റാ. ആത്മാവിന്റെ അത്യന്തമായ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ നിങ്ങളെ ഇന്നുവരെ തെണ്ണിപ്പിച്ചോണ്ടിരുന്ന, നിങ്ങളെ ഇന്നുവരെ കെട്ടിയിട്ടിരുന്ന, നിങ്ങളെ ശാപമാക്കിയ, നിങ്ങളെ നിന്നാക്ഷമാക്കിയ, നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ പേര് ദോഷമാക്കിയ പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വിട്ടു മാറുക. Oh, thank you, Jesus. Thank you, Jesus. Hallelujah. Amen. കിടത്തിക്കളയാൻ ദുഷ്ടാത്മാവ് പ്ലാനും പദ്ധതി കിട്ടിയിരിക്കുന്ന ചില വ്യക്തികളുടെ ദൈവത്തിന്റെ സത്യത്തെ വ്യാപരിക്കുക. ഓ യെസ്. ഓൺ അച്ചാനല്ലേ, അച്ചാനോട് പറയാ ദൈവാത്മാവ്. അച്ചാനോട് ദൈവാത്മാവ് പറയാ. കിടത്തിക്കളയാനാ പുള്ളിയുടെ പരിപാടി. നിന്നെ കിടത്തിക്കളയാനാ പരിപാടി. പക്ഷെ ഇന്ന് പുറത്തു വരിക. നിന്റെ മേലൊരു അസാധാരണമായ ദൈവസാന്നിധ്യം വ്യാപരിക്കുക. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ബ്ലഡ് സെൽസ് ജീവൻ പ്രാപിക്കുക. നിന്റെ ശരീരത്തിൽ ചാവാറായ ബ്ലഡ് സെൽസ് ജീവൻ പ്രാപിക്കുക. ഡോക്ടർമാർ എന്ത് വിധി എഴുതട്ടെ, ദൈവാത്മാ പറയുന്നു നീ മരിക്കത്തില്ല. എന്റെ പാദപീഠത്തിൽ മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ മരിച്ചുകൊണ്ടിരിക്കുന്ന സെൽസിനെ ഞാൻ ജീവൻ പ്രാപിപ്പിക്കും. ഇല്ല, ഞാൻ മരിക്കത്തില്ല. ഞാൻ ജീവനോടിരുന്ന് എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. പിശാചേ, നീ തീരുമാനിക്കേണ്ട എന്നെ പെട്ടിയിലാക്കാൻ. നടക്കത്തില്ല. ചിലതൂടെ എനിക്ക് കർത്താവിന് വേണ്ടി ചെയ്യാനുണ്ട്. ചിലതൂടെ എനിക്ക് ചെയ്യാനുണ്ടെന്ന്. ഞാൻ ഇനി പരിശുദ്ധാത്മാവിന്റെ ശരീരമാ. ഞാൻ ഇന്നു മുതൽ പരിശുദ്ധാത്മാവിന്റെ ശരീരമാ. ഓ, താങ്ക് യു ജീസസ്. ഈ അത്യന്ത ശക്തി നിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ അടക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അവൻ കല്ലറ ഭേദിച്ച് പുറത്തു വന്നു. നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി എന്നറിയാമോ? യേശുവിൽ വ്യാപരിക്കുന്ന ശക്തിയാ. നിന്നിൽ വ്യാപരിച്ച ശക്തി യേശുവിൽ വ്യാപരിച്ചതാണെങ്കിൽ
ഒരു ശക്തിക്ക് നിന്നെ കല്ലറയെ പൂട്ടാൻ പറ്റത്തില്ല. എന്നെ ഓൺലൈനിൽ കേൾക്കുന്ന പ്രിയവരോട് ഞാൻ പറയുക, ഇന്ന് നീ കിടക്ക വിട്ട് എഴുന്നേറ്റോണം. ഇന്ന് നീ പ്രഖ്യാപിച്ചോണം, ഇല്ല മെഡിക്കൽ സയൻസ് എന്തു പറയുന്നുള്ള എന്റെ വിഷയമല്ല. എന്റെ യേശു എന്നോട് പറഞ്ഞു, ഞാൻ ജീവിക്കും, ഞാൻ ജീവിക്കും. യേശു എന്നോട് പറയുന്നു, ഞാൻ ജീവിക്കും. വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണോ? അടുത്ത ചെക്കപ്പിന് നിന്റെ സെയിൽസ് ജീവൻ പ്രാപിച്ചിരിക്കാം. നിന്നെ മരണത്തിന് പൂട്ടാൻ കഴിയത്തില്ല. നിന്നെ രോഗബന്ധനത്തിന് കീഴടക്കാൻ കഴിയത്തില്ല. ഒരു ശാപം നിനക്ക് ഫലിക്കത്തില്ല. ആഭിചാര മന്ത്രങ്ങൾക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ഹല്ലേലൂയ. ഇന്നു മുതൽ നമ്മൾ ശിശുക്കളല്ല. യേശു അകത്ത് വസിക്കുന്നു. ഞാൻ ശിശുവല്ല, ശിശുവല്ല. എനിക്ക് ഭയമില്ല, എനിക്ക് പേടിയില്ല. എൻ്റെ യേശു അനുവദിക്കാതെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ രാവിലെ പറഞ്ഞ കാര്യം വീണ്ടും പറയണം, എപ്പോഴും പറയണം. ഞങ്ങൾ യേശുവിൻ്റെ വകയാണ്. ഞങ്ങളുടെ മേൽ മുഴുവൻ അധികാരവും യേശുവിന് മാത്രം. ഒരു രോഗബന്ധനം ഞങ്ങൾ തൊടാൻ കഴിയത്തില്ല. ദൈവം നിശ്ചയിച്ച ആയുസ് വരെ ഞാൻ ജീവിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾ ഒന്ന് കൈവച്ചാട്ടെ. ആത്മാർത്ഥതയോട് പറ, കർത്താവേ, ഞാൻ അങ്ങയുടെ മന്ദിരമാ, ഞാൻ അങ്ങയുടെ മന്ദിരമാ. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു. ഇന്നു മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ശരീരമായ എൻ്റെ ശരീരം ഞാൻ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നു. കർത്താവേ, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിച്ച് നിൽക്കുന്നതിനായി സ്തോത്രം. ഇന്നവർ മടങ്ങി ചെല്ലുമ്പോൾ ഓരോ നിമിഷങ്ങളും വിടുതൽ കാണാൻ പോകുന്നതിനായി സ്തോത്രം. അവരുടെ സന്തോഷത്തിന്റെ വാർത്തകൾ കേൾക്കാൻ പോകുന്നതിനായി സ്തോത്രം. അവരുടെ ശരീരത്തിൽ ഇപ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നതിനായി സ്തോത്രം. വലിയ വിടുതലുകൾ ചെയ്തതിനായി സ്തോത്രം. അവരുടെ കുടുംബത്തിലെ ഇരുട്ടിറങ്ങിപ്പോയതിനായി സ്തോത്രം. ചിഹ്നമാക്കുന്ന മണ്ഡലങ്ങൾ ഛിന്നഭിന്നമാക്കാൻ, കുടുംബത്തെ ശിഥിലമാക്കാൻ, തലമുറയെ അന്യായമായി പിടിച്ചോണ്ട് പോകാൻ ദുഷ്ട പിശാചിന്റെ ആധിപത്യങ്ങളെ കർത്താവ് അടിച്ചു മാറ്റിയതിനായി സ്തോത്രം. ബ്രേക്ക് ചെയ്തതിനായി സ്തോത്രം. അവിടുത്തെ സാന്നിധ്യത്തിൽ ഇവരെ മറയ്ക്കണം. അവിടുത്തെ രക്തത്തിന്റെ കോട്ട